Hello, hello, hello. Can you hear me? Hello, hello. Yes, hello. Oh, clear ആണോ? Can you hear me? Hello, hello. Can you hear me? Hello, hello. Yes, hello. Yes. ഇപ്പോൾ ക്ലിയർ ആണോ? സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ടെക്നിക്കൽ ചെറിയൊരു ഇഷ്യൂ വന്നതായിരുന്നു. ഹലോ, ഹലോ. ക്ലിയർ ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. യെസ്, ഹലോ. യെസ്, ഇപ്പോൾ ക്ലിയർ ആണോ? സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ടെക്നിക്കൽ ചെറിയൊരു ഇഷ്യൂ വന്നതായിരുന്നു. ഇന്ന് നമ്മളിങ്ങനെ ലൈവിൽ വന്നത് കഴിഞ്ഞ ദിവസം ഞാനൊരു വെബിനാർ സംഘടിപ്പിച്ച സമയത്ത് എന്നോടൊരു പിന്നെ റെസ്റ്റോറന്റ് ഉടമ പറയുകയാണോ പിന്നെ സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ടെക്നിക്കൽ ചെറിയൊരു സ്റ്റാഫ് മാനേജ്മെന്റിനെ കുറച്ച് ലൈവിൽ വന്നത് പിന്നെ കഴിഞ്ഞ ദിവസം ഞാനൊരു വെബിനാർ സംഘടിപ്പിച്ച സമയത്ത് കൂടുതൽ പ്രോബ്ലംസുകൾ നിൽക്കുന്ന അവരെ റെസ്റ്റോറന്റ് ഉടമ പറയുകയാണോ സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാഫ് മാനേജ്മെന്റിനെ ലൈവിൽ വന്നത് പ്രധാനമായും കഴിഞ്ഞ ദിവസം ഞാനൊരു വെബിനാർ സംഘടിപ്പിച്ച സമയത്ത് കൂടുതൽ പ്രോബ്ലംസുകൾ നിൽക്കുന്ന അവരെ റെസ്റ്റോറന്റ് ഉടമ പറയുകയാണോ സ്റ്റാഫ് മാനേജ്മെന്റിനെ ഇപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് സൗണ്ടിന്റെ ഡിസ്റ്റർബൻസ് നിങ്ങൾക്ക് ഒഴിവായിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണേ. സൗണ്ടിന്റെ ഡിസ്റ്റർബൻസ് ഒഴിവായിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയൂ. ഈശ്വറിനു എന്തോ ഒരു ചെറിയ ടെക്നിക്കൽ ഇഷ്യൂ വന്നത്. നമ്മ ക്ലിയർ ഇപ്പോൾ ക്ലിയർ ആണോ? ഹലോ, ഓക്കെ 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 ക്ലിയർ ആണെന്ന് കരുതുന്നു. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഒരു റെസ്റ്റോറന്റ് ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഈ ഒരു സ്റ്റാഫ് മാനേജ്മെന്റിനെ കുറിച്ചിട്ട് വലിയ അറിവൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഇന്ന് നമ്മളെ ഇൻഡസ്ട്രികളിൽ പിന്നെ റെസ്റ്റോറന്റ് എന്ന് മാത്രമല്ല ഏതൊരു ഇൻഡസ്ട്രിയിലേക്ക് വരുവാണെങ്കിലും ഏറ്റവും കൂടുതൽ ചലഞ്ചസുകൾ നേരിടുന്നത് സ്റ്റാഫ് മാനേജ്മെന്റിലും അവരെ ഹയറിങ്ങിലുമാണ്.
ഓക്കെ, അവരെ ഹയർ ചെയ്ത് അവരെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്ത് അവരെ കൃത്യമായിട്ട് ഈ ബിസിനസിന്റെ പ്രൊഡക്ടിവിറ്റി തരുന്ന ആളുകളാക്കി നമ്മൾ വളർത്തിയെടുത്തെങ്കിൽ മാത്രമേ അതത് ബിസിനസ്സുകൾക്ക് ആ ഒരു ഗ്രോത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കഴിയുള്ളൂ. ഓക്കെ, അപ്പൊ ഞാനിത് ഈ ഒരു കാര്യങ്ങളിലേക്ക് കടന്നു വരുന്നതിന്റെ മുമ്പ് തന്നെ ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾ ഒരു ജീവനക്കാരായിരുന്ന സമയത്ത് നിങ്ങൾ എങ്ങനെയായിരുന്നു നിങ്ങൾ ജോലി ചെയ്തിരുന്ന ഒരു ബിസിനസ് ഓണറെ ഹെൽപ്പ് ചെയ്തിരുന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് വിലയിരുത്തുക. നിങ്ങളൊരു ഒരു ജീവനക്കാരനായിരുന്നുവെങ്കിൽ നിങ്ങൾ എങ്ങനെയായിരുന്നു ആ ഒരു ബിസിനസ് ഓണറെ ഹെൽപ്പ് ചെയ്യുക? ഈ ഒരു മൈൻഡ് സെറ്റ് നമ്മുടെ ജീവനക്കാരിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റണം. ആദ്യത്തെ നമ്മളുടെ തോട്ട് അതാണ്. നമ്മളൊരു ജീവനക്കാരനായിരുന്ന കാലത്ത് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ബിസിനസ് ഓണറെ ഹെൽപ്പ് ചെയ്തത്? ആ ഒരു മൈൻഡ് സെറ്റ് നമ്മുടെ റെസ്റ്റോറൻറ്റിലുള്ള ജീവനക്കാരിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയണം എന്നുള്ളതാണ് ഞാൻ ആദ്യം തന്നെ നിങ്ങളോട് പറയുന്നത്. അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം, ഒരു കൾച്ചർ നമ്മുടെ റെസ്റ്റോറൻറ്റിന്റെ ഉള്ളിൽ ഉണ്ടാക്കിയെടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ സ്റ്റാഫ് മാനേജ്മെന്റ് വളരെ ക്ലിയർ ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിയും. അല്ലാതെ സയന്റിഫിക് ആയിട്ട് നമ്മൾ ഇത് രൂപപ്പെടുത്തിയെടുക്കാനുള്ള ഒരുപാട് സ്ട്രക്ചർ വർക്കുകളൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അത് നമുക്ക് ചെയ്യുകയും ചെയ്യാം. ബട്ട് നമുക്ക് എന്താണ്, നമ്മുടെ ഈ റെസ്റ്റോറൻറ്റിനുള്ളിൽ ഒരു കൾച്ചർ രൂപപ്പെടണമെങ്കിൽ ഈ ജീവനക്കാരെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളോടൊപ്പം ചേർത്ത് പിടിക്കേണ്ടതുണ്ട്. അവര് നമ്മളുടെ ഒരു കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അവരെ നോക്കിക്കാണേണ്ടതുണ്ട്. നിങ്ങളിൽ പല ആളുകളും അങ്ങനെ തന്നെയാണ് ജീവനക്കാരെ കാണുന്നത്. എന്നിട്ടും നിങ്ങൾക്ക് ആ റിസൾട്ട് കിട്ടുന്നില്ല എന്നുള്ളതായിരിക്കാം നിങ്ങളുടെ ചോദ്യമെങ്കിൽ അതിനുള്ള ഉത്തരമാണ് നമ്മൾ ഇന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു സ്റ്റാഫ് അല്ലെങ്കിൽ ഒരു ജീവനക്കാരൻ നമ്മുടെ റെസ്റ്റോറൻറ്റിൽ വളരെ ക്ലിയർ ആയിട്ട് അയാൾ ജോലി ചെയ്തിട്ടില്ലെങ്കിൽ എന്തൊക്കെ ഇമ്പാക്റ്റുകളാണ് നമ്മുടെ ബിസിനസ്സിൽ ഉണ്ടാക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് ആദ്യം തന്നെ നോക്കാം. നമ്മുടെ റെസ്റ്റോറൻറ്റിൽ ഒരു ജീവനക്കാരൻ വളരെ കൃത്യമായിട്ട് ജോലി ചെയ്തിട്ടില്ല എങ്കിൽ നമ്മുടെ റെസ്റ്റോറൻറ്റിന് എന്തൊക്കെ പ്രോബ്ലംസുകളാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളത് നമ്മളൊന്ന് തിരിച്ചറിഞ്ഞു വെക്കണം. നമ്മളൊന്ന് അറിയണം ആ ഒരു കാര്യം. എങ്കിൽ മാത്രമേ നമ്മൾ ഇതിന്റെ ഇമ്പോർട്ടൻസ്, ഇതിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാവുള്ളൂ. ഒന്ന്, അയാള് കറക്റ്റ് ആയിട്ട് നമ്മുടെ ജീവനക്കാർ വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ കസ്റ്റമർ എക്സ്പീരിയൻസ് വളരെ പെട്ടെന്ന് പരാജയപ്പെട്ടു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കസ്റ്റമർ എക്സ്പീരിയൻസ്, കാരണം ഒരു കസ്റ്റമർ ഒരു തവണ നമ്മുടെ റെസ്റ്റോറന്റ് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ കൃത്യമായിട്ടുള്ള അവര് പ്രതീക്ഷിക്കുന്ന അവരുടെ പ്രിഫറൻസുകൾ ഉണ്ട്. ഒരു കസ്റ്റമർ നമ്മളിലേക്ക് വരുമ്പോൾ ഇന്ന ഫുഡ് ആയിരിക്കണം, ഇന്ന ടേസ്റ്റിലുള്ള ഫുഡ് ആയിരിക്കണം, ഇന്ന രൂപത്തിലുള്ള സർവീസ് ആയിരിക്കണം, ഇന്ന വെൽക്കമിങ് കിട്ടണം, എനിക്ക് ഇന്ന പരിഗണന ലഭിക്കണം എന്നൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് കസ്റ്റമർ നമ്മളുടെ റെസ്റ്റോറൻറ്റിലേക്ക് കടന്നു വരുന്നത്. കാരണം അവർ പണം തന്നിട്ടാണ് നമ്മുടെ സർവീസും ഫുഡും വാങ്ങുന്നത്. അപ്പൊ അവർക്ക് ഒരുപാട് പ്രിഫറൻസുകൾ ഉണ്ട് നമ്മുടെ റെസ്റ്റോറൻറ്റിൽ വരുന്ന സമയത്ത്, അല്ലെ? ഈ കസ്റ്റമർ സർവീസുകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കസ്റ്റമർ എക്സ്പീരിയൻസിനെ പരാജയപ്പെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഫസ്റ്റ് വരുന്ന പ്രോബ്ലം അതാണ്, കസ്റ്റമർ എക്സ്പീരിയൻസ് നഷ്ടപ്പെടും. ഈ കസ്റ്റമർ എക്സ്പീരിയൻസ് നഷ്ടപ്പെടുമ്പോൾ നമുക്ക് എന്താണ് സംഭവിക്കുക? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മൾ കസ്റ്റമർ എക്സ്പീരിയൻസ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് സംഭവിക്കും? നമ്മുടെ പ്രോഫിറ്റബിലിറ്റി അത് ബാധിക്കും, അല്ലെ? നമ്മുടെ ബിസിനസ് കുറയും. ആ വന്ന കസ്റ്റമർ പിന്നെ വരില്ല. മറ്റൊരു 4 ആളുകളോട് അല്ലെങ്കിൽ 10 ആളുകളോട് അയാൾ എന്ത് പറയും? ആ കസ്റ്റമർ എന്ത് പറയും? അവിടെ മോശം സർവീസാ, ഫുഡ് തന്നു, പക്ഷെ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് സർവീസ് ഒരിക്കലും നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന സർവീസ് അല്ല. നമ്മുടെ ജീവനക്കാരെ മുഖത്ത് നോക്കുന്നില്ല, സംസാരിക്കുന്നില്ല, പുഞ്ചിരിക്കുന്നില്ല. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പറയുന്ന ധാരാളം റെസ്റ്റോറൻറ്റുകൾ നമുക്ക് കാണാം, ഇല്ലേ? അതേപോലെ തന്നെ നമ്മുടെ ചെലവുകൾ വർദ്ധിക്കും എന്നുള്ളതാണ്. നമ്മുടെ ജീവനക്കാരൻ നല്ല ആളുകളല്ല എങ്കിൽ നമുക്ക് ഒരുപാട് രീതിയിലുള്ള ചെലവുകൾ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. എങ്ങനെയൊക്കെ ആയിരിക്കാം? നമ്മുടെ പോർഷനിങ്, നമ്മുടെ വിളമ്പുന്ന അളവുകളിൽ കൃത്യമായിട്ടുള്ള കൃത്യത പുലർത്താതെ അവരെന്ത് ചെയ്യും? അവരാ ക്വാളിറ്റി ഇല്ലാത്ത രൂപത്തിലേക്ക്, അല്ലെങ്കിൽ അവർ കൊടുക്കേണ്ട മെഷർമെന്റിലല്ല അവർ ഓരോ ഫുഡുകളും സെർവ് ചെയ്യാം. ഈ സെർവ് ചെയ്യുമ്പോൾ നമുക്ക് എന്തായി? ചെലവ് വർദ്ധിച്ചു, ഇല്ലേ? നമ്മളിപ്പോ ഒരു ബിരിയാണി വിളമ്പി കൊടുക്കേണ്ട ഒരു പോർഷനിങ്ങിനേക്കാൾ കൂടുതൽ ആ ബിരിയാണി വിളമ്പി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ബിരിയാണി ഒരു ബാച്ച് ഇറങ്ങിയതിൽ നിന്ന് കിട്ടേണ്ട അളവിന്റെ അത്ര നമുക്ക് എണ്ണം നമ്മൾ എത്ര പ്രതീക്ഷിക്കുന്നുണ്ടോ അത്ര പ്രതീക്ഷിച്ച എണ്ണം നമുക്ക് എന്ത് ചെയ്യില്ല, നമുക്ക് ആ ബിരിയാണി ബാച്ചിൽ നിന്ന് നമുക്ക് ഇറങ്ങില്ല, നമുക്ക് വിൽക്കാൻ വേണ്ടിയിട്ട് കിട്ടില്ല. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തായി? കോസ്റ്റ് കൂടി, ചെലവ് കൂടി അവിടെ, അല്ലേ? ദെൻ അടുത്തത് എങ്ങനെയാണ് നമുക്ക് മറ്റൊരു ചെലവ് കൂടുന്നത്?
നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വീണ്ടും ഹയറിംഗിലേക്ക് പോകുമ്പോൾ ഇവരെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അടുത്തൊരു അഡ്വർടൈസ്മെന്റ് കൊടുക്കണം. അതിന്റെ പിന്നെ ഓൺ ബോർഡിങ് നടത്തണം. ഓൺ ബോർഡിങ് നടത്തുമ്പോൾ ഇവർക്ക് ട്രെയിനിങ് കാര്യങ്ങളായിട്ട് ഇവർ പുതിയൊരാളാകുമ്പോൾ വന്നു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ടാവും. ഈ പഠിച്ചു വരുന്ന സമയത്ത് ഒരുപാട് സാധനങ്ങളൊക്കെ നമുക്ക് നഷ്ടപ്പെടുന്നുണ്ടാവും, ഇല്ലേ? ഇങ്ങനെയുള്ള നഷ്ടങ്ങൾ വരുന്നതോടുകൂടി നമുക്ക് എന്ത് സംഭവിക്കും? നമ്മുടെ ചെലവുകൾ വർദ്ധിക്കും. നമ്മൾ പ്രതീക്ഷിച്ച ചെലവുകളിൽ നിൽക്കില്ല. നമ്മൾ ചെറിയ ചെറിയ ചെലവുകളായിക്കോട്ടെ, നമ്മളൊരു മാസത്തേക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതൊരു വലിയ എക്സ്പെൻസ് ആയിട്ടാണ് നമ്മുടെ മുമ്പിലേക്ക് വരിക, അല്ലേ? അടുത്ത നമുക്ക് എന്താണ്? ഒരു ജീവനക്കാരൻ നല്ലൊരു ജീവനക്കാരനല്ല, നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു നല്ലൊരു സ്റ്റാഫ് അല്ല. ഒരു സ്റ്റാഫിന്റെ പ്രോബ്ലം നിലനിൽക്കുന്ന റെസ്റ്റോറൻറ്റിൽ ഉണ്ടാകുന്ന അടുത്തൊരു പ്രോബ്ലം എന്താണ്? നമ്മൾ നല്ല രൂപത്തിൽ കസ്റ്റമർക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ സെർവ് ചെയ്യുന്ന ഒരു സ്ഥാപനമായിരിക്കാം, പക്ഷേ ആ സ്ഥാപനത്തിന്റെ റെപ്യൂട്ടേഷൻ അത് കാര്യമായിട്ട് ബാധിക്കും. കാരണം എന്താ? അവർക്ക് നല്ല സർവീസ് കിട്ടുന്നില്ല, വരുന്ന സമയത്ത് നല്ലൊരു വെൽക്കമിങ് കൊടുക്കുന്നില്ല, അവരെ നല്ലൊരു ഫെയർവെൽ കൊടുത്തിട്ട് പറഞ്ഞേക്കുന്നില്ല. ഇതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സ്ഥാപനത്തിന് കോട്ടം സംഭവിക്കും. വന്ന കസ്റ്റമർ റിപ്പീറ്റ് ചെയ്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാരണങ്ങളാവും. ഒരു ജീവനക്കാരനെ കൊണ്ട് സംഭവിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ജീവനക്കാരിൽ ചില ആളുകളെ കൊണ്ട് മാത്രം സംഭവിക്കുന്ന പ്രശ്നങ്ങളായിരിക്കാം ഇത്. എങ്കിൽ പോലും നമ്മളുടെ റെസ്റ്റോറന്റിനെ അത് സാരമായിട്ട് ബാധിക്കും എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ദെൻ നമുക്ക് അടുത്ത വരുന്ന ഒരു പ്രോബ്ലം എന്താണ്? പ്രോബ്ലം അല്ല, അടുത്ത നമ്മളെ ജീവനക്കാരെ എങ്ങനെയൊക്കെയാണ് നമ്മളെ പ്രയാസങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്, എങ്ങനെയാണ് ഇവരെ പ്രയാസപ്പെടുത്താറുള്ളത് നമ്മളെ, അഥവാ ഒരു ബിസിനസ് ഓണറെ എങ്ങനെയാണ് പ്രയാസപ്പെടുത്തുക? അവര് നിരന്തരമായിട്ട് ലീവ് എടുക്കുക. ഇതാണ് അവരുടെ ഒരു ഹാബിറ്റ് ആയിരിക്കാം. അത് അവര് നിരന്തരമായിട്ട് ഇങ്ങനെ ലീവ് എടുത്തോണ്ടിരിക്കും. കാരണം ഇന്ന് വന്നു, നാളെ വന്നില്ല, മറ്റന്നാൾ വന്നില്ല, പിന്നെ 2 ദിവസം കഴിഞ്ഞ് വീണ്ടും വന്നു. ഇവരിങ്ങനെ ലീവ് എടുത്തോണ്ടേയിരിക്കും. അവർക്ക് ഇവിടെ എങ്ങനെയാണ് ഈ ബിസിനസ് റൺ ചെയ്യുന്നതെന്നോ, ഈ ബിസിനസ്സിൽ വരുന്ന കസ്റ്റമറെ എങ്ങനെയാണ് മാനേജ് ചെയ്യപ്പെടേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ഒരു ഉത്തരവാദിത്വം ഉണ്ടാവില്ല. ഇതാണ് അവരുടെ ഒരു പല ആളുകളുടെയും ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ആളുകളെ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയണം. ഇങ്ങനെയുള്ള ആളുകളെ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ ഹയറിംഗിൽ തന്നെ ഇവരെ തിരിച്ചറിയേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള ആളുകൾക്കുള്ള ഹാബിറ്റ് ആയിരിക്കും അത്. അപ്പൊ നമ്മൾ ഹയറിംഗ് പ്രൊസീജിയറിലേക്ക് പോകുമ്പോൾ നമ്മൾ അത് തിരിച്ചറിയേണ്ടതുണ്ട്. എങ്ങനെയാണ് നമ്മൾ ഹയറിംഗിൽ ഇവരെ ഇത്തരം ആളുകളെ തിരിച്ചറിയാൻ പറ്റുക? ഇവർക്ക് നമ്മൾ ജോബ് ഡിസ്ക്രിപ്ഷൻ കൊടുക്കണം. നമ്മുടെ റെസ്റ്റോറൻറ്റിലെ ജോലികൾ എങ്ങനെയാണ്, ആ ജോലികൾ എങ്ങനെയാണ് അവർ പൂർത്തീകരിക്കേണ്ടത് എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള ജോബ് ഡിസ്ക്രിപ്ഷൻ നമ്മൾ കൊടുത്ത് നമ്മൾ അതൊക്കെ ഇവരെ കൊണ്ട് ഇവരെ മനസ്സിലാക്കിയിട്ടാണ് ഇവർ നമ്മളിലേക്ക് വരിക. വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഓൺ ബോർഡിങ്ങിന്റെ മുമ്പായിട്ട്, അഥവാ റിക്രൂട്ട്മെന്റ് പ്രോസസ്സിന്റെ ഫൈനൽ സ്റ്റേജിന് മുമ്പായിട്ട് ഇവരും വർക്ക് ചെയ്തിരിക്കുന്ന പ്രീവിയസ് ആയിട്ടുള്ള 2 റെസ്റ്റോറൻറ്റുകളിലോ 3 റെസ്റ്റോറൻറ്റുകളിലോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അവരുടെ കോണ്ടാക്ട് നമ്പർ എടുത്തിട്ട് അവരെ കോണ്ടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അവിടെ സംസാരിക്കാം. ഇവരുടെ കൾച്ചർ എങ്ങനെയാണ്, ഇവരെങ്ങനെയാണ് ബിസിനസ്സിലേക്ക് കൃത്യമായിട്ട് വരുന്ന ആളുകളാണോ, ആളുകൾക്ക് കൃത്യമായിട്ട് സർവീസ് കൊടുക്കുന്ന ആളുകളാണോ, നിങ്ങളിൽ നിന്ന് എന്തുകൊണ്ടാണ് ഇദ്ദേഹം പോയത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് ഇവരുമായിട്ട് സംസാരിക്കുമ്പോൾ ഒരു 3 റെസ്റ്റോറൻറ്റുകളിലൊക്കെ നിങ്ങൾ നിരന്തരം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഇൻസൈറ്റ് കിട്ടും. അതിൽ നിന്ന് എന്ത് കാരണം കൊണ്ടാണ് ഇദ്ദേഹം ഇവിടുന്ന് പോയത്, ഇദ്ദേഹത്തിന്റെ കൾച്ചറിന്റെ പ്രത്യേകത എന്താണ്, ഇദ്ദേഹം എങ്ങനെയാണ് റെസ്റ്റോറൻറ്റിൽ വർക്ക് ചെയ്തിരുന്നത് എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ഇൻസൈറ്റ് കിട്ടും. അതിനെ നിങ്ങൾ വിലയിരുത്തിയതിനു ശേഷം മാത്രം റിക്രൂട്ട്മെന്റ് പ്രോസസ്സിലേക്ക് പോകുക. ഇത് നമ്മൾ ചെയ്യാറില്ല. നമ്മൾ എന്താ ചെയ്യുക? നമുക്കൊരു ജോലി ആവശ്യമായിട്ട് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ നമുക്കൊരു ജോലിക്കാരനെ ആവശ്യമായിട്ട് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? നേരെ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഏതെങ്കിലും ഗ്രൂപ്പുകളിലോ എവിടെയെങ്കിലോ, അല്ലെങ്കിൽ നമ്മുടെ കോണ്ടാക്റ്റിൽ നിന്നുള്ള ആരോടോ ചോദിച്ചിട്ട് നമ്മൾ ആരെങ്കിലും ഒരാളെ കിട്ടാനുണ്ടോ, എനിക്ക് നാളെ തുറക്കണമെങ്കിൽ ഒരാളെ കിട്ടണം എന്നുള്ള രൂപത്തിലേക്കാണ് നമ്മൾ ചോദിക്കുക. അപ്പൊ ആരെങ്കിലും ഒന്ന് റെക്കമെൻഡ് ചെയ്യും. ജോലി ഇല്ലാതെ നിൽക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയെ, അയാൾക്ക് എവിടെയും ജോലി കിട്ടാതിരുന്നിട്ടായിരിക്കും അയാൾക്ക് ജോലി ഇല്ലാതെ നിൽക്കുന്നത്. അങ്ങനത്തെ ഒരു വ്യക്തിയായിരിക്കും നിങ്ങൾക്ക് ചിലപ്പോൾ റെക്കമെൻഡ് ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യും? അയാള് ഈ ഒരു ഗ്യാപ്പ്, നമ്മുടെ ഈ ഒരു റെസ്റ്റോറൻറ്റിലെ ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? അയാളെ നമ്മളിലേക്ക് കൊണ്ടുവരും, ഇല്ലേ? അങ്ങനെയാണ് നമ്മൾ ചെയ്യുക. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഉള്ള ഒരു പ്രോബ്ലം എന്താണ്? ഇയാളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രീവിയസ് ആയിട്ടുള്ള ഒരു കാര്യവും നമുക്കറിയില്ല.
ഇയാൾക്ക് എന്തുകൊണ്ട് ജോലി കിട്ടാതെ, ജോലി ഇല്ലാതെ നിൽക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് യാതൊരു ധാരണയും ഉണ്ടാവില്ല. നമ്മൾ അതൊന്നും നോക്കുന്നില്ല. നമ്മളുടെ ഗ്യാപ്പ് ഒന്ന് ഫില്ല് ചെയ്യണം നമുക്ക്. ഇങ്ങനെ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനാണ് നമ്മൾ ഓരോരുത്തരെയും നമ്മുടെ റെസ്റ്റോറൻറ്റിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടാവുക. അപ്പൊ നമ്മൾ ടോട്ടലി നമ്മൾ വിലയിരുത്തുമ്പോൾ നമ്മുടെ റെസ്റ്റോറൻറ്റില് ഉള്ള ജീവനക്കാരിൽ 80% എന്തായിരിക്കും ഇത്തരത്തിൽ കൾച്ചർലെസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അവർ ഈ ഒരു ബിസിനസ്സിനോട് കൂറ് പുലർത്തപ്പെടാത്ത ആളുകളായിട്ട് മാറിയിട്ടുണ്ടാവും. നമ്മളിങ്ങനെ ഓരോന്ന് നമ്മൾ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവരുന്ന ജീവനക്കാരാകുമ്പോൾ ഇവരെ കുറിച്ച് നമ്മൾ പ്രീവിയസ് ആയിട്ട് ഒന്നും അന്വേഷിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ടോട്ടൽ ജീവനക്കാരും ഇത്തരത്തിലുള്ളവരാണ് എന്ന് നമ്മൾ അങ്ങ് വിലയിരുത്തും. അതാണ് പൊതുവെ കാണാറുള്ളത്. നമ്മൾ ഏതോ റെസ്റ്റോറന്റ് എടുക്കുമ്പോഴും, ഞങ്ങൾ കൺസൾട്ടിങ്ങിന്റെ ഭാഗമായിട്ടൊക്കെ റെസ്റ്റോറന്റുകൾ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് റെസ്റ്റോറന്റ് ഉടമ നമ്മളോട് പറയുന്ന പ്രധാനമായിട്ടുള്ള ഒരു കാരണം എന്താണ്? ജീവനക്കാർ മൊത്തത്തിൽ ഇങ്ങനെയാണ് എന്നാണ് പറയാ. അതൊരു തെറ്റായ ധാരണയാണ്. ഇത് നമ്മുടെ റിക്രൂട്ട്മെന്റ് പ്രോസസ്സിൽ വന്ന മിസ്റ്റേക്ക് കൊണ്ടാണ് ഇത്തരം ജീവനക്കാർ നിങ്ങളിലേക്ക് കൂടുതലായിട്ട് എത്തിപ്പെടുന്നത്. അവർക്ക് എവിടെയും ജോലി കിട്ടാതെ, അവരുടെ ഈ ഒരു കൾച്ചറിന്റെ പ്രോബ്ലം കൊണ്ട്, അല്ലെങ്കിൽ അവരുടെ ഒരു ഹാബിറ്റ് കൊണ്ട് അവർക്ക് എവിടെയും ജോലി കിട്ടാതെ നിൽക്കുന്ന ആളുകളാണ് നിങ്ങളിലേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു ഹയറിംഗ് പ്രൊസീജിയർ നിങ്ങൾ പാലിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ല ജീവനക്കാരെ നിങ്ങൾക്ക് കിട്ടും. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു ഹയറിംഗ് പ്രൊസീജിയറിന്റെ ഒരു സ്ട്രാറ്റജി ഷീറ്റ് ഞാൻ നിങ്ങൾക്ക് ഓഫർ ചെയ്തിട്ടുണ്ട്. ഈ വെബിനാറിൽ നിങ്ങൾ പങ്കെടുക്കുന്ന ആളുകൾക്ക് അത് നിങ്ങൾ കൃത്യമായിട്ടും ആ ഒരു ഹയറിംഗ് ഷീറ്റ് നിങ്ങൾ കളക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? അതിൽ പറയുന്ന കാര്യങ്ങളെ നിങ്ങൾ ബേസ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഹയറിംഗിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇന്ന് ഹയറിംഗിനെ കുറിച്ച് കൂടുതലായിട്ട് ഞാൻ സംസാരിക്കുന്നില്ല, കാരണം സ്റ്റാഫ് മാനേജ്മെന്റിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഹയറിംഗിന്റെ പ്രൊസീജിയർ കറക്റ്റ് ആയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നല്ല സ്റ്റാഫിനെ നിങ്ങളുടെ റെസ്റ്റോറൻറ്റിലേക്ക് കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഇനി എന്ത് നമ്മളെ എത്തിക്കഴിഞ്ഞ ജീവനക്കാരനെ നമ്മൾ എങ്ങനെ നമ്മൾ നന്നാക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അവർ നന്നാവില്ല. അവരുടെ കൾച്ചർ അതിനനുസരിച്ച് ഫോം ചെയ്ത് പോയിട്ടുണ്ടാവും. അവർക്കൊരു ഹാബിറ്റ് ബിൽഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. അവരെ മാറ്റിയെടുക്കുക എന്നുള്ളത് പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? പോസിബിൾ അല്ലാത്ത കാര്യമായിട്ട് മാറും. ഓക്കെ, അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, ഇന്ന് നിങ്ങൾക്ക് ഈ പറയുന്ന ഹയറിംഗ് സ്ട്രാറ്റജി ഷീറ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ സ്ക്രീനിൽ ഒരു സ്ക്രോളിംഗ് ടെക്സ്റ്റ് പോകുന്നുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്ന രൂപത്തിൽ നിങ്ങളൊരു പറഞ്ഞ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ HSS എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മെസ്സേജ് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ടെക്സ്റ്റ് മെസ്സേജും ഒരു ലിങ്കും കിട്ടും നിങ്ങൾക്ക്. അതിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ അത് ഞങ്ങളുടെ ഒരു ഇൻസ്റ്റാഗ്രാം പേജിലേക്കാണ് നിങ്ങൾ അതിൽ കൺവേർട്ട് ആവുക. ഇൻസ്റ്റാഗ്രാം പേജിൽ നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? എന്നിട്ട് ഏതെങ്കിലും ഒരു വീഡിയോക്ക് നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും? നിങ്ങളുടെ DM-ലേക്ക് നിങ്ങൾക്ക് ഒരു പേഴ്സണൽ മെസ്സേജ് ആയിട്ട്, ഇൻസ്റ്റാഗ്രാം മെസ്സേജ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും നിങ്ങളുടെ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക്. ഓക്കെ, അപ്പൊ ഇത്രയും നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു സ്ട്രാറ്റജി ഷീറ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തെടുത്തതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് അതിൽ പറയുന്ന കാര്യങ്ങളെ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യാം. ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഹയറിംഗ് പ്രൊസീജിയർ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. കാരണം അതൊരു വലിയ ടോപ്പിക്കാണ്. ഞാൻ അതുകൊണ്ടാണ് അതിലേക്ക് ഞാൻ കടക്കാത്തത്. ഹയറിംഗ് എന്നുള്ള പ്രോസസ്സ്, നമ്മുടെ ഹയറിംഗിൽ വരുന്ന മിസ്റ്റേക്ക് കൊണ്ടാണ് നമ്മുടെ ജീവനക്കാർ നമ്മളിലേക്ക് യോജിച്ച് നിൽക്കാത്തത് പ്രധാനമായിട്ടും. ഓക്കെ, ദെൻ നമ്മൾ അടുത്തതായിട്ട് നമ്മുടെ ജീവനക്കാരെ കൃത്യമായിട്ട് മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഇവരെ ഓൺ ബോർഡ് ചെയ്യുക എന്നുള്ള ഒരു പ്രോസസ്സ് ഉണ്ട് അല്ലെ. നമ്മളിപ്പോ ഒരു പൊറോട്ടക്കാരനെ നമ്മുടെ റെസ്റ്റോറൻറ്റിലേക്ക് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എങ്ങനെയാണ്, നമ്മൾ എത്ര വെയിറ്റ് ഉള്ള, എത്ര ക്വാണ്ടിറ്റി ഉള്ള പൊറോട്ടകളാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളതിന് അദ്ദേഹത്തിന് കൃത്യമായിട്ട് ട്രെയിനിങ് കൊടുക്കേണ്ടതുണ്ട്. അല്ലാതെ അയാളുടെ ഒരു പൊറോട്ട സ്റ്റൈലിൽ തന്നെ വന്ന് ഇവിടെ പൊറോട്ട അടിക്കുമ്പോൾ അയാൾ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന ക്വാണ്ടിറ്റി ഓഫ് പൊറോട്ട നമ്മൾ ഓരോ കിലോയിൽ നിന്നും ചിലപ്പോൾ നമുക്ക് കിട്ടിയെന്ന് വരില്ല. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് നമ്മുടെ ബിസിനസ്സിനെ കൊണ്ടുപോകാൻ വേണ്ടി കഴിയില്ല, നമുക്ക് നഷ്ടം സംഭവിക്കും. അപ്പൊ നമ്മൾ ഓൺ ബോർഡിങ്ങിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? ഇവർക്ക് ഒരു ട്രെയിനിങ് കൊടുക്കും. നമ്മുടെ പൊറോട്ട ഇങ്ങനെയാണ്, ഇത്ര ക്വാണ്ടിറ്റി ഉള്ള പൊറോട്ടയാണ്, ഇത്ര സൈസുള്ള പൊറോട്ടയാണ്, ഈ രൂപത്തിലാണ് നമ്മുടെ പൊറോട്ട പ്രിപ്പറേഷൻ നടക്കുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ഇദ്ദേഹത്തിന് കൃത്യമായിട്ട് ട്രെയിനിങ് കൊടുക്കും. നമുക്കൊരു സ്റ്റാൻഡേർഡൈസ്ഡ് റെസിപ്പി SOP ഉണ്ടെങ്കിൽ നമ്മൾ SOP എടുത്തിട്ട് ഇയാൾക്ക് കൊടുത്തിട്ട് നമ്മൾ ആ SOP ഒന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് പറയും. അത് ജസ്റ്റ് ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് കൊണ്ട് അയാൾക്ക് അത് മനസ്സിലാവും. മനസ്സിലായി കഴിഞ്ഞാൽ അയാൾ എന്ത് ചെയ്യും? അതിന്റെ പ്രിപ്പറേഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റും.
ഓക്കെ, ഇതാണ് ഓൺ ബോർഡിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഈ ഓൺ ബോർഡിംഗ് പ്രോസസ്സ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മൾ ബാക്കിയുള്ള ജീവനക്കാരൊക്കെ ആയിട്ട് ഇയാളെ പരിചയപ്പെടുത്തിയിട്ടുണ്ടാവും. നമ്മുടെ സാഹചര്യങ്ങൾ അയാൾ പരിചയപ്പെട്ടിട്ടുണ്ടാവും. നമ്മൾ ഒന്ന് മനസ്സിലാക്കേണ്ടത്, ഒരു ജീവനക്കാരൻ നമ്മുടെ റെസ്റ്റോറൻറ്റിലേക്ക് ആദ്യമായിട്ട് കടന്നു വരുമ്പോൾ അയാളുടെ ഒരു മാനസികാവസ്ഥ എന്ന് പറയുന്നത് ഒരു സ്ട്രെസ്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലായിരിക്കും അയാൾ ഉണ്ടാവുക. ഒരു പുതിയ ജീവനക്കാരൻ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് കടന്നു വരുമ്പോൾ ഒരു 95% റെസ്റ്റോറൻറ്റിലേക്ക് കടന്നു വരുന്ന ജീവനക്കാരുടെയും മാനസികാവസ്ഥ അയാൾ ഒരു സ്ട്രെസ്സിലായിരിക്കും. ഒരു പുതിയ പ്ലാറ്റ്ഫോമിലേക്ക്, ഒരു പുതിയ ഫ്ലോറിലേക്ക് അയാൾ വരുമ്പോൾ അയാളുടെ മാനസികാവസ്ഥ ഭയങ്കര സ്ട്രെസ്സിലായിരിക്കും ഉണ്ടാവുക. ഇത് നമുക്ക് ചിലപ്പോൾ തിരിച്ചറിയാൻ കഴിഞ്ഞെന്ന് വരില്ല. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ വ്യക്തിയെ നമ്മൾ എന്ത് ചെയ്യും, നമ്മളിലുള്ള എല്ലാ ജീവനക്കാരുടെയും മുമ്പിൽ വെച്ചിട്ട് നമ്മളൊന്ന് പ്രസന്റ് ചെയ്യും. നമുക്കൊരു പുതിയ പൊറോട്ടക്കാരൻ വന്നതാണ്, ഇദ്ദേഹത്തിനോട് നിങ്ങളുടെ എല്ലാവരുടെയും കോപ്പറേഷൻ ഉണ്ടാവണം, ഇദ്ദേഹം വളരെ നല്ല രൂപത്തിൽ നമ്മളുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറുള്ള ആളാണ് എന്നൊക്കെ പറഞ്ഞ് ഒരു വെൽക്കം സ്റ്റേജ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ജീവനക്കാരുടെ മുമ്പിൽ വെച്ചിട്ട് ഇയാൾക്ക് കൊടുക്കണം. ഒരു ജോയിൻ ചെയ്യുമ്പോൾ വേണമെങ്കിൽ എന്ത് ചെയ്യുക, ഒരു ചെറിയൊരു ഫ്ലവറോ കാര്യങ്ങളോ ഒക്കെ കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് വെൽക്കം ചെയ്തിട്ട് ഇദ്ദേഹത്തെ നമ്മളുടെ ഫ്ലോറിലേക്ക് കൊണ്ടുവരിക. അപ്പൊ ഇയാൾക്ക് ഇന്നേ വരെ ജോലി ചെയ്ത ഒരു സ്ഥലത്തും കിട്ടാത്ത ഒരു വെൽക്കമിങ് അദ്ദേഹത്തിന് അവിടെ കിട്ടുമ്പോൾ അദ്ദേഹത്തിന് വളരെയധികം അദ്ദേഹത്തിന് മാനസികമായിട്ടുള്ള ഒരു സന്തോഷം വരും. ഈ സന്തോഷം വരുന്നതോടുകൂടി അദ്ദേഹത്തിന് സ്ട്രെസ് കുറയും. സ്ട്രെസ് കുറഞ്ഞ് അദ്ദേഹം ഈ ജോലിയിലേക്ക് കയറുന്ന സമയത്ത് തന്നെ അദ്ദേഹം ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ബെസ്റ്റ് ഇംപ്രഷൻ എന്നാണ്, അല്ലേ? ഒരാളെ ഞാൻ സാധാരണ ഇതിൽ ഞാൻ പറയാറുണ്ട്, നമുക്ക് 2 ടൈപ്പ് കസ്റ്റമർ ആണ് ഉണ്ടാവുക എന്ന് പറയാറുണ്ട്. നമുക്കൊരു ടൈപ്പ് ഓഫ് കസ്റ്റമർ എന്ന് പറയുന്നത് നമ്മുടെ പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്ത് പോകുന്ന കസ്റ്റമറാണ്. നമ്മുടെ ഇന്റേണൽ കസ്റ്റമർ എന്ന് പറയുന്നത് നമ്മുടെ ജീവനക്കാരാണ്. അവരും നമ്മുടെ കസ്റ്റമറെ പരിഗണിക്കുന്നത് പോലെ തന്നെ നമ്മൾ പരിഗണിക്കേണ്ട ആളുകളാണ്. അപ്പൊ അവരുടെ മാനസികാവസ്ഥ മാറാതെ അവർക്ക് എപ്പോഴും ഹാപ്പി ആയിട്ട് നിൽക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം നമ്മൾ ഒരുക്കി കൊടുക്കുമ്പോൾ അവരെന്ത് ചെയ്യും, അവർ കൂടുതൽ പ്രൊഡക്ടിവിറ്റി ഉള്ളവരായിട്ട് മാറും. ഓക്കെ, അങ്ങനെ ഞാൻ അവർക്ക് വേണ്ടിയിട്ട് ഒരു ഹാപ്പിനെസ് കൊണ്ടുവരാൻ ഈ ഒരു ഓൺ ബോർഡിംഗ് പ്രോസസ്സ് നിങ്ങളെ സഹായിക്കും. ഇങ്ങനെ ഓൺ ബോർഡിംഗ് പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, അയാൾക്ക് അവിടെ വർക്ക് ചെയ്യേണ്ടതിന്റെ ഒരു സിസ്റ്റം, നിങ്ങൾ എങ്ങനെയാണ് അവിടെ വർക്ക് ചെയ്യപ്പെടുന്നത്, നിങ്ങൾ ഈ ഒരു പൊറോട്ട മേക്കർ ഉണ്ടാക്കുന്ന പൊറോട്ട ഉണ്ടാക്കി വെക്കുക എന്നുള്ളത് മാത്രമല്ല, അയാൾ അവിടെ ചെയ്യേണ്ട ജോലികളെ കുറിച്ച്, അയാളുടെ ഹയറാർക്കി ലെവലുള്ള ആൾ ആരാണ്, അയാൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യേണ്ടത് ആരെയാണ്, അയാൾ ആരോടാണ് അയാളുടെ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കേണ്ടത്, അയാൾക്ക് ഫീഡ്ബാക്ക് പറയേണ്ടത് ആരോടാണ്, അയാൾക്ക് ബ്രീഫിംഗ് കൊടുക്കുന്നത് ആരാണ്, അയാളുടെ കാര്യങ്ങൾ മോണിറ്റർ ചെയ്യുന്നത് ആരാണ്, അയാൾ ഏതൊക്കെ ടീമിനോടൊപ്പം ചേർന്നിട്ട് നിന്നാണ് വർക്ക് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ഒരു വ്യക്തമായിട്ടുള്ള ധാരണ നിങ്ങൾ അവർക്ക് കൊടുക്കണം. ഇതാണ് സിസ്റ്റം എന്ന് പറയുന്നത്. ഒരു സിസ്റ്റത്തിന്റെ ഉള്ളിലേക്ക് ഇദ്ദേഹത്തിന് എന്ത് ചെയ്യണം, നമ്മൾ കടത്തിക്കൊണ്ടുവരിക. ഇത് റെസ്റ്റോറൻറ്റുകളിൽ നമ്മൾ കാണുന്നില്ല. ഒരു പൊറോട്ടക്കാരൻ വന്നു കഴിഞ്ഞാൽ നമ്മളെ പൊറോട്ട ഉണ്ടാക്കുന്നതിലേക്ക് വേണ്ടി മാത്രം അദ്ദേഹത്തിനെ അങ്ങ് മാറ്റി നിർത്തും. ആ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹം മാറില്ല. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ രൂപപ്പെടുത്തുന്ന ഒരു പ്രൊസീജിയേഴ്സ് ആണ് SOPs എന്ന് പറയും. നമ്മൾ SOPകൾ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. ഓരോ ജീവനക്കാരനും ഏത് പ്രൊസീജിയറിന്റെ ഭാഗമായിട്ടാണ് ഈ റെസ്റ്റോറൻറ്റിന്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യും, അദ്ദേഹത്തിന് വ്യക്തത കൊടുക്കും. നമ്മൾ ഓരോ ജീവനക്കാരനും ഈ ബിസിനസിന്റെ ഉള്ളിൽ എന്തിനെ ബേസ് ചെയ്തിട്ടാണ് പ്രവർത്തിക്കുന്നത്, എന്താണ് അദ്ദേഹത്തിന് ഈ ഒരു റെസ്റ്റോറൻറ്റിലുള്ള റോളുകൾ, ഈ റോൾസ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ആരുടെയൊക്കെ ഹെൽപ്പ് ഇദ്ദേഹം സ്വീകരിക്കേണ്ടതുണ്ട്, അതേപോലെ തന്നെ ഈ റോൾസ് കംപ്ലീറ്റ് ചെയ്ത് വരുമ്പോഴേക്ക് ആരൊക്കെ ഇദ്ദേഹത്തിന്റെ ടീം മെമ്പേഴ്സ് ആയിട്ട് ഇദ്ദേഹത്തിനോടൊപ്പം ഉണ്ടാവും എന്നുള്ളതൊക്കെ വ്യക്തമായിട്ട് ഈ SOPയിൽ പറഞ്ഞിട്ടുണ്ടാവും. അദ്ദേഹത്തിന്റെ ജോബ് എത്ര സമയം കൊണ്ട് പൂർത്തീകരിക്കണം, ഒരു ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പ്രൊസീജിയേഴ്സ് എന്താണ്, ആരാണ് ഇദ്ദേഹത്തിനോട് ഓർഡർ പ്ലേസ് ചെയ്യുക, ആ ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഓർഡർ ടേക്ക് ചെയ്യുന്നത് ആരാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ SOPയിൽ പറഞ്ഞിട്ടുണ്ടാവും. ഇദ്ദേഹത്തിന് വളരെ നല്ല ക്ലാരിറ്റി ആയിരിക്കും ഇതിനെ കുറിച്ചിട്ടുണ്ടാവുക. ഇദ്ദേഹത്തിന് ഒരു സംശയം ഉണ്ടാവില്ല. നമ്മൾ ഇതൊന്നും പറയാതെ നമ്മളെ റെസ്റ്റോറന്റിന്റെ ഉള്ളിലേക്ക് ഒരു ജീവനക്കാരെ കൊണ്ടുവരുന്നു, അയാളോട് പറയുന്നു, പോയിക്കോ, നോക്കിക്കോ, ചെയ്തോ. അദ്ദേഹം എന്ത് ചെയ്യും? അദ്ദേഹം പ്രീവിയസ് ഏതോ ഒരു ഈ സിസ്റ്റം ഒന്നും ഇല്ലാത്ത ഒരു ഭയങ്കര സ്ട്രെസ് അനുഭവിക്കുന്ന റെസ്റ്റോറന്റിൽ നിന്നായിരിക്കും അദ്ദേഹം ഇങ്ങോട്ട് വന്നിട്ടുണ്ടാവുക. അവിടെ അദ്ദേഹം എന്തായിരുന്നോ ചെയ്തിരുന്നത് ആ പ്രൊസീജിയറാണ് അദ്ദേഹം ഇവിടെ ഫോളോ ചെയ്യുക. നിങ്ങളൊരു ഒരു സിസ്റ്റം നിങ്ങൾ ചിലപ്പം വെർച്വലി എങ്കിലും നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, നമ്മൾ ഡോക്യുമെന്റഡ് ആയിരിക്കില്ല, നമ്മൾ ചിലപ്പോൾ നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങളൊരു സിസ്റ്റം രൂപപ്പെടുത്തി കൊണ്ടുവന്നിട്ടുണ്ടാവും. ആ സിസ്റ്റം കംപ്ലീറ്റ് കൊളാപ്സ് ആവും. അദ്ദേഹം ഇതിനോട് യോജിക്കാത്ത ഒരാളാണെന്ന് നമ്മളങ്ങ് വിലയിരുത്തും. അങ്ങനെയാ സംഭവിക്കുന്നത്.
ഒരു ജീവനക്കാരൻ റെസ്റ്റോറന്റിൽ വന്ന 1-2 ദിവസം കൊണ്ട് നമ്മൾ വിലയിരുത്തിയേ ഇദ്ദേഹം പറ്റില്ല. ബട്ട് അദ്ദേഹം എന്തുകൊണ്ടാണ് അങ്ങനെ ആവുന്നത് എന്നുള്ളത് ചിന്തിക്കാനുള്ള ഒരു സിറ്റുവേഷൻ നമ്മൾ അവിടെ, അല്ലെങ്കിൽ ഒരു സാഹചര്യം നമ്മൾ അവിടെ കൊണ്ടുവരുന്നില്ല. കാരണം എന്താ, ഇദ്ദേഹം ഒരു പുതിയ പ്ലാറ്റ്ഫോമിലേക്ക് വന്നു, പുതിയ ഫ്ലോറിലേക്ക് വന്നു. അദ്ദേഹത്തിന് ഇവിടെ ആ ജോലി ആരൊക്കെ ആയിട്ട് എങ്ങനെയൊക്കെ ആയിട്ടാണ് കോപ്പറേറ്റ് ചെയ്യേണ്ടത്, മറ്റുള്ള ആളുകളുടെ മാനസികാവസ്ഥ എന്താണ്, അവരുടെ മൈൻഡ് സെറ്റ് എന്താണ്, ഞാൻ പറഞ്ഞാൽ അവർ കേൾക്കുമോ, അല്ലെങ്കിൽ എന്താണ് അവർ പറയുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ ആക്സെപ്റ്റ് ചെയ്യേണ്ടത്, ഞാൻ പറയുന്ന എന്തൊക്കെ കാര്യങ്ങൾ അവർ ആക്സെപ്റ്റ് ചെയ്യണം, ഇതിനെക്കുറിച്ചൊന്നും ഒരു ധാരണ ഉണ്ടാവില്ല. ഇയാളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നതിന്റെ പരമാവധി വർക്ക് ചെയ്തു പോകുന്നുണ്ടാവും. അങ്ങനെയല്ല വേണ്ടത്. നമുക്ക് കൃത്യമായിട്ട് ഒരു SOPs ക്രിയേറ്റ് ചെയ്ത് ആ SOP നമ്മൾ എന്ത് ചെയ്യണം, ഇദ്ദേഹത്തിന് കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം കൊടുക്കുക. ഇങ്ങനെയാണ് നിന്റെ ടീം മെമ്പേഴ്സ്, ഇതൊക്കെയാണ് നമ്മൾ അവരുടെ മുമ്പിൽ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഇതൊക്കെയാണ് നിന്റെ ടീം മെമ്പേഴ്സ്, ഇവിടെ നിങ്ങളാണ് ടീം. ഇവിടെ ഒരു പ്രോബ്ലം ഉണ്ടായി കഴിഞ്ഞാൽ ആ പ്രോബ്ലം നോക്കാനുള്ള ഹയറാർക്കി ലെവലിലുള്ള ആൾ ഇന്ന ആളാണ്, ഇയാളാണ് ഇതിനെ മാനേജ് ചെയ്യുക. ഇവിടെ ഒരു പ്രോബ്ലം, എന്ത് ഫീഡ്ബാക്ക് ഉണ്ടെങ്കിലും ഇയാളോടാണ് സംസാരിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമാക്കി കൊടുക്കുക നിങ്ങൾ. അപ്പൊ ഇവർക്ക് കൺഫ്യൂഷൻ ഇല്ല. മറ്റിവർ കൺഫ്യൂസ്ഡ് ആണ് ഇവിടെ. അവിടെയാണ് സ്റ്റാഫ് മാനേജ്മെന്റ് ഏറ്റവും വലിയ ഫെയിലിയർ വരുന്നത്. നിങ്ങളുടെ ജീവനക്കാരിൽ ഇപ്പോ സ്റ്റാഫിന്റെ പ്രോബ്ലം നേരിടുന്ന റെസ്റ്റോറന്റുകളിലെ ജീവനക്കാരെ എടുത്തിട്ട് നിങ്ങൾ വിളിച്ചിരുത്തിയിട്ട് ഒരു മീറ്റിംഗ് നടത്തിയിട്ട് നിങ്ങൾ ചോദിക്കുക, നിങ്ങളുടെ ജോലിയെ കുറിച്ച് നിങ്ങൾക്ക് ഫുൾ ക്ലാരിറ്റി ഉണ്ടോ, നിങ്ങൾ എന്തൊക്കെ ഉത്തരവാദിത്തമാണ് നിങ്ങൾക്ക് ഉള്ളത് എന്നുള്ളതിന്റെ ഫുൾ ക്ലാരിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്നു 95% എംപ്ലോയീസിനും അതിന്റെ റെസ്പോൺസിബിലിറ്റി എന്താണ് എന്ന് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് കഴിയില്ല. കാരണം അവർക്ക് ക്ലാരിറ്റി ഇല്ല. അപ്പൊ ഈ ഒരു ക്ലാരിറ്റി നിങ്ങൾ അവിടെ ഉണ്ടാക്കി കൊടുക്കണം നിങ്ങളെ എംപ്ലോയീസിന്. അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്ക് സ്വയം ബോധ്യപ്പെടും, ഇതെന്റെ ഉത്തരവാദിത്തമാണ്, ഇത് ഞാൻ ചെയ്യുന്നതിനാണ് എനിക്ക് പണം തരുന്നത് എന്നുള്ളത് അവർക്ക് മനസ്സിലാവും. അതല്ലാതെ നിങ്ങൾ ഓരോ സാഹചര്യത്തിൽ നിങ്ങൾ പിന്നെ ചെല്ലുമ്പോൾ അവിടെ എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് കാണുമ്പോൾ നിങ്ങൾ പറയും, ഏയ് നിന്റെ ജോലിയല്ല അത് ചെയ്തു വെക്ക്. അപ്പൊ അയാൾ പറയും, അത് എന്റെ ജോലിയല്ല, അത് മറ്റേ ഇന്നലെ ചെയ്തത്, ഞാനല്ല ഇന്നലെ ചെയ്തത്, മറ്റേ ചെയ്തതാണ്, അതുകൊണ്ടാണ് ഞാൻ ചെയ്യാതിരുന്നത്. പ്രശ്നമായില്ലേ? ഇന്നലെ മറ്റൊരാൾ ചെയ്തത് കൊണ്ട് ഇന്ന് ഞാൻ അത് ചെയ്യേണ്ടതില്ല എന്നുള്ളത് അദ്ദേഹത്തിന് ഒരു ഹാബിറ്റ് അവിടെ ബിൽഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് നിങ്ങൾ ഇനി പോയി പറഞ്ഞ് ക്ലിയർ ചെയ്യുമ്പോഴേക്ക് അവിടെ എന്താവും, ഭയങ്കരമായിട്ടുള്ള കോൺഫ്ലിക്റ്റ് രൂപം കൊള്ളുക. അത് ആര് ചെയ്യണം എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള ക്ലാരിറ്റി വരാതെ പോവുകയാണ്. ഇതിനാണ് നമ്മൾ SOPകൾ കൊണ്ടുവരുന്നത്. ഈ SOPകൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരാൾക്കും ക്ലാരിറ്റി ഇല്ലാത്ത പ്രശ്നം അവിടെ വരില്ല. പിന്നെ നെക്സ്റ്റ്, പല റെസ്റ്റോറന്റുകളിലും നമ്മൾ കാണുന്നത് ഒന്നുകിൽ ജീവനക്കാരെ വഴക്ക് പറയാൻ വേണ്ടി മാത്രമാണ് ബിസിനസ് ഓണർ അവരുടെ മുമ്പിൽ എത്തുക. ഞാൻ ആരെയും കുറ്റം പറയല്ല, ഉള്ള സാഹചര്യങ്ങൾ പറയാണ്. അതല്ല എങ്കിൽ ബിസിനസ്സുകാരനോട് എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് സ്റ്റാഫ് ബിസിനസ് ഓണറെ കാണുക. ഈ രണ്ട് കാര്യത്തിനല്ലാതെ ഇവര് തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? ചിലപ്പോ നിങ്ങളിൽ പലരും തന്നെ ഈ പ്രശ്നം നേരിടുന്നുണ്ടാവും, ഇല്ലേ? നിങ്ങളിൽ പലരും തന്നെ ഈ പ്രശ്നം നേരിടുന്നുണ്ടാവും. ഇവിടെയാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ രീതിയിലാവുക എന്നുള്ളത്. നമ്മുടെ ഏറ്റവും വലിയ ടൂൾ എന്ന് പറയുന്നത്, നിങ്ങളുടെ റെസ്റ്റോറന്റിലെ നിങ്ങളുടെ ജീവനക്കാരെ നിങ്ങൾക്ക് പ്രൊഡക്ടിവിറ്റി ഉള്ളവരാക്കുന്നതിനുള്ള ഏറ്റവും വലിയ ടൂൾ എന്ന് പറയുന്നത് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷനാണ്. അവരുടെ ഫീഡ്ബാക്ക് ദിവസവും നിങ്ങൾ അറിയണം. എന്തൊക്കെയാണ് അവർക്ക് പറയാനുണ്ടായിരുന്നത് എന്നുള്ളത് നിങ്ങളുടെ ഹയറാർക്കിയിലൂടെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റണം. നിങ്ങൾ ഡയറക്റ്റ് കേൾക്കുക എന്നുള്ളതല്ല. നിങ്ങൾ അവിടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു വ്യക്തിയെ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, ഇല്ലേ? നിങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട ഒരു വ്യക്തിയെ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ആ ഉത്തരവാദിത്തപ്പെട്ട വ്യക്തി ആ പറയുന്ന അവരുടെ ആളുകൾ, സബോർഡിനേറ്റ്സിനെ അവർക്ക് പറയാനുണ്ടായിരുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് കേട്ടിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തുകയും അത് നിങ്ങൾ കേൾക്കുകയും ചെയ്യണം. അവരിൽ നിന്ന് കേൾക്കണം. അല്ലാതെ നമ്മൾ ഓരോ മെമ്പേഴ്സിന്റെ അടുത്ത് പോയിട്ട് കേൾക്കുകയല്ല. നിങ്ങളുടെ ഹയറാർക്കിയിൽ നിന്ന് ഇവരിൽ നിന്നുള്ള ഫീഡ്ബാക്ക് എന്തൊക്കെയായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് അറിയണം. അങ്ങനെ നിങ്ങൾ അറിയുന്ന ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ മാറിക്കഴിഞ്ഞാൽ
നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ റെസ്റ്റോറൻറ്റിന്റെ ഉള്ളിലുള്ള സ്റ്റാഫ് മാനേജ്മെന്റിന്റെ ഉള്ളിലുള്ള എല്ലാ കാര്യങ്ങളും ഓരോ ദിവസത്തതും നിങ്ങളുടെ മുമ്പിലെത്തും. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിയും. ചിലപ്പോൾ അവരുടെ ചെറിയ പ്രോബ്ലംസ് ആയിരിക്കും ചിലപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടാവുക. ചിലപ്പോൾ അവരുടെ ഒരു പ്രോബ്ലം ആയിരിക്കും അവർ പറഞ്ഞിട്ടുണ്ടാവുക. കാരണം എന്താ, നമ്മൾ വർക്ക് ചെയ്യുന്ന ഫ്ലോറിൽ ഭയങ്കര ചൂടാണ്, വർക്ക് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ള ഒരു പ്രോബ്ലം ആയിരിക്കാം ചിലപ്പം പറഞ്ഞിട്ടുണ്ടാവും എന്ന് കരുതാം. ചില കിച്ചണുകളൊക്കെ ഞാൻ സന്ദർശിക്കുമ്പോൾ നമ്മൾ കാണാറുണ്ട്. ചില കിച്ചണുകളൊക്കെ നമ്മൾ സന്ദർശിക്കുന്ന സമയത്ത് കൺസൾട്ടിങ്ങിന്റെ ഭാഗമായിട്ട് അവർ ഈ പിന്നെ അനലൈസിസിന്റെ പ്രോസസ്സിന്റെ ഒക്കെ ഭാഗമായിട്ട് ഞങ്ങൾ പോകുമ്പോൾ കിച്ചണിന്റെ ഉള്ളിലേക്ക് കയറാൻ കഴിയില്ല, ഭയങ്കര ചൂടായിരിക്കും. ഇതിനുള്ളൊരു പ്രശ്നം എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ കരുതും നമ്മൾ ശമ്പളം കൊടുക്കുന്നതല്ലേ, ഇവിടെ ജോലി ചെയ്യേണ്ട ആളുകളാ, ചൂടിൽ നിന്ന് തന്നെ ജോലി ചെയ്യേണ്ട ആളുകളാ എന്ന് പറയും. അങ്ങനെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് നഷ്ടമാണ് അവിടെ ഉണ്ടാകുന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. ഒരു ജീവനക്കാരൻ അവന്റെ പരമാവധി പ്രൊഡക്ടിവിറ്റി കൊണ്ടുവരണമെങ്കിൽ അവൻ ജോലി ചെയ്യുന്ന ഫ്ലോറ് അവന്റെ ആരോഗ്യം നിലനിർത്താൻ കഴിയുന്ന രൂപത്തിലുള്ള വളരെ നല്ല അന്തരീക്ഷം സൃഷ്ടിക്കുന്ന ഒരു ഫ്ലോർ ആയിരിക്കണം. ഇല്ലെങ്കിൽ അവന് പ്രൊഡക്ടിവിറ്റി കൊണ്ടുവരാൻ കഴിയില്ല. നിങ്ങൾ ഇനി എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ ശ്രമിച്ചു നോക്കൂ. അവന്റെ നല്ല ചൂടുള്ള ഒരു ഫ്ലോറിൽ നിന്ന് അവന് പരമാവധി വർക്ക് ചെയ്യാൻ കഴിയുന്ന 2-3 മണിക്കൂറാണ്. അത് കഴിയുമ്പോഴേക്ക് അവൻ ടയേർഡാവും. മനുഷ്യ ശരീരമാണത്. അവൻ ടയേർഡാവും. അവൻ അതിൽ കൂടുതൽ എന്ത് ചെയ്യുക, എഫേർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് കഴിയില്ല. അപ്പൊ അവന്റെ പ്രൊഡക്ടിവിറ്റി എന്താവും, വളരെയധികം കുറഞ്ഞു വരും. ഓക്കെ, അപ്പൊ ഇങ്ങനെ പ്രൊഡക്ടിവിറ്റി കുറഞ്ഞു വരുമ്പോ നമുക്ക് ഉണ്ടാകുന്ന നഷ്ടം എത്രത്തോളമാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ 20,000, 30,000, 50,000, 1,00,000 ഒക്കെ കൊടുത്തിട്ടായിരിക്കും ഓരോ ജീവനക്കാരെ കൊണ്ടുവന്നത്. അവർ ഈ ഫ്ലോറിൽ നിന്ന് അവരുടെ ഈ ഫ്ലോറിന്റെ സാഹചര്യങ്ങൾ കൊണ്ട് അവർക്ക് പ്രൊഡക്ടിവിറ്റി നഷ്ടപ്പെടുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അവരിൽ നിന്ന് കിട്ടേണ്ട വലിയ റവന്യൂ നമുക്ക് നഷ്ടപ്പെട്ടു പോവുക ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ഇവരുടെ ഫ്ലോറിൽ ഇവർക്ക് കൃത്യമായിട്ട് വർക്ക് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കണം. അങ്ങനെ നമ്മൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇവർക്ക് എന്താവും, പ്രൊഡക്ടിവിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കഴിയുവരെ. അപ്പോഴാണ് നമ്മുടെ SOPകളൊക്കെ കൃത്യമായിട്ട് വർക്ക് ചെയ്യുള്ളൂ. അല്ലാതെ നമ്മൾ SOPകൾ ഇംപ്ലിമെന്റ് ചെയ്തു എന്നതുകൊണ്ട് മാത്രം ഇവർക്ക് പ്രൊഡക്ടിവിറ്റി തരാൻ വേണ്ടിയിട്ട് കഴിയില്ല. ഓക്കെ, ഞാനൊരു ഉദാഹരണം പറഞ്ഞ ഒരു ജീവനക്കാരൻ പറയുന്ന ഇവിടെ നല്ല ചൂടാണ്, എനിക്ക് നിന്ന് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വർക്ക് ചെയ്യുക എന്നുള്ളത് പറയുന്നതിന് പകരം അങ്ങനെ ഒരു ചൂട് അവിടെ വളരെയധികം ചൂട് നേരിടുന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ഫ്രഷ് എയർ ഉള്ളിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു സംവിധാനം ചെയ്തു കൊടുക്കുമ്പോൾ അവിടുത്തെ ആ ചൂടിന് കുറവ് വരും. അത് നിങ്ങളുടെ കിച്ചൺ ചെയ്തതിന്റെ അനാട്ടമിയുടെ പ്രോബ്ലം ആയിരിക്കാം ചിലപ്പം. അത് നല്ലൊരു കിച്ചൺ സെറ്റ് ചെയ്യുന്ന ഒരാളെ കൊണ്ടുവന്ന് നിങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ വളരെ ചെറിയ ചേഞ്ചസുകൾ വരുത്തുമ്പോഴേക്ക് നിങ്ങൾക്ക് ആ ചൂട് അവിടെ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ ഒഴിവാക്കി കൊടുക്കുമ്പോൾ ഇവരുടെ പ്രൊഡക്ടിവിറ്റി കൂടും, ഇല്ലേ? അപ്പൊ ഇവർ തരുന്ന ഫീഡ്ബാക്കുകൾ ചിലപ്പോൾ നമ്മുടെ ബിസിനസിന്റെ ഇംപ്രൂവ്മെന്റ്സിന് വേണ്ടിയിട്ടുള്ള ഫീഡ്ബാക്ക് തരും ഇവര്. സർ, നമുക്ക് ഇപ്പൊ ഇന്ന പ്രൊഡക്റ്റുകളൊക്കെ ഉണ്ടാക്കി വെക്കുമ്പോൾ അതിന് നമുക്ക് ഇത്രത്തോളം മിസംബിൾസ് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ആ സെറ്റ് ചെയ്ത് വെക്കുന്ന മിസംബിൾസ് നമുക്ക് എല്ലാ ദിവസവും ലോസ് വരികയാണ്. നമുക്ക് ആ പ്രൊഡക്റ്റ് താൽക്കാലികം നിർത്തിയിട്ട് നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം നമുക്ക് സ്പെഷ്യലായിട്ട് റൺ ചെയ്യാം എന്നൊരു ഫീഡ്ബാക്ക് നിങ്ങൾക്ക് ഒരു ജീവനക്കാരൻ തരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് പരിഗണിക്കണം. കാരണം എന്താ, ഡെയിലി നിങ്ങളുടെ മിസംബിൾസ് വേസ്റ്റേജിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഒഴിവാക്കാം. അപ്പൊ നിങ്ങൾക്ക് കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങളുടെ ഫുഡ് കോസ്റ്റ് ഒരുപാട് കുറച്ചു കൊണ്ടുവരാൻ പറ്റും, ഇല്ലേ? നമ്മുടെ ലാഭം കൂട്ടാൻ കഴിയും. ഫുഡ് കോസ്റ്റ് കുറയുമ്പോൾ ലാഭം കൂടും ഓട്ടോമാറ്റിക് ആയിട്ട്. അപ്പൊ ഈ ജീവനക്കാരൻ നമ്മളോട് പറഞ്ഞത് നല്ല കാര്യമല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അത് പരിഗണിക്കണം. അതല്ലാതെ ഇതില്ലാതെ നമുക്ക് റെസ്റ്റോറന്റ് റൺ ചെയ്യാൻ പറ്റില്ല എന്നുള്ള വാക്കിൽ ഒറ്റയടിക്ക് പറയല്ല വേണ്ടത്. അദ്ദേഹം പറഞ്ഞതിൽ എന്തെങ്കിലും വാസ്തവം ഉണ്ടോ? നമുക്ക് എത്രത്തോളം നഷ്ടം വരുന്നുണ്ട് ആ പ്രൊഡക്റ്റിൽ വരുന്ന നഷ്ടത്തെ നമുക്ക് എങ്ങനെയാണ് നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റുക? അയാൾ പറഞ്ഞെന്താ, വീക്കിലി ഒരു വൺ ഡേ നമുക്ക് എന്ത് ചെയ്യാം, നല്ലൊരു സ്പെഷ്യൽ ആയിട്ട് റൺ ചെയ്യാം. ബാക്കിയുള്ള ദിവസമൊക്കെ ആ ഡിഷ് നമുക്ക് മാറ്റി നിർത്താം. അപ്പൊ എന്ത് ചെയ്യും, ആ ഡിഷിന്റെ സ്ഥാനത്തേക്ക് നമുക്ക് മറ്റുള്ള ഡിഷസുകൾ പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അത് നമുക്ക് പ്രോഫിറ്റ് കൂട്ടും. നമ്മുടെ മിസംബിൾസ് വേസ്റ്റേജ് ഇല്ലാതായിട്ട് മാറും എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ഞാനൊരു ഉദാഹരണം പറഞ്ഞത്.
അപ്പൊ ഇങ്ങനെ വരുന്ന കാര്യങ്ങളിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ജീവനക്കാരുടെ ഫീഡ്ബാക്ക് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ഫീഡ്ബാക്കുകൾ വരുമ്പോൾ നമ്മൾ അത് പരിഗണിക്കണം. ഇത് സ്റ്റാഫ് മാനേജ്മെന്റിന്റെ പ്രധാനപ്പെട്ട ഘടകമാണ്. കാരണം ആ ജീവനക്കാരൻ നല്ല മനസ്സോടുകൂടി അദ്ദേഹത്തിന്റെ നല്ല ക്വാളിറ്റിയുള്ള വർക്കിനെ എഫിഷ്യന്റ് ആക്കി മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അത് നമ്മൾ പരിഗണിക്കാതെ പോയാലോ, നമ്മൾ വരുത്തുന്ന നഷ്ടം ഇങ്ങനെ വരുത്തിക്കൊണ്ടിരിക്കും ഇല്ലേ? നമ്മളെല്ലാം അറിയുന്നവനാണ് എന്ന് പറയുന്ന ആ ഒരു മിസ്റ്റേക്ക് ഉണ്ട് നമ്മൾ. അത് നമ്മൾ ഒരിക്കലും ചെയ്യരുത്. നമ്മുടെ ജീവനക്കാരെ കൂടി ചേർത്ത് പിടിച്ച് അവരുടെ കൂടി ഫീഡ്ബാക്ക് എടുത്ത് അവരോടൊപ്പം ചേർന്ന് നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയുമ്പോൾ ഒരു ടീം വർക്ക് ആവുള്ളൂ. ഓക്കെ, ദെൻ അടുത്തത് ഈ ജീവനക്കാര് കൃത്യമായിട്ട് ഷിഫ്റ്റുകൾ ഹാജരാവാതെ വരുന്നതാണ് നമ്മൾ നേരിടുന്ന മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞത് അല്ലെ. ഷിഫ്റ്റുകളിലേക്ക് വരാത്തത്. അപ്പൊ ജീവനക്കാർ ഷിഫ്റ്റുകളിലേക്ക് വരാതിരിക്കുന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് സൊല്യൂഷൻ വേണം നമ്മുടെ കയ്യിൽ. ജീവനക്കാരൻ കൃത്യമായിട്ട് ഷിഫ്റ്റിന് ഹാജരാവുന്നില്ല. നമ്മളിപ്പോ 11 മണിക്ക് ഹാജരാവേണ്ട ഒരു ഷിഫ്റ്റിന് അയാൾ വരുന്ന 11:30-ക്കാണെന്ന് കൊടുക്കുക, അരമണിക്കൂർ ഡിലേ ആയി. അതേസമയം ഒരു ദിവസം നമ്മൾ പണിഷ്മെന്റ് കൊടുത്തു, ഹാഫ് ഡേ സാലറി കട്ട്. അടുത്ത ദിവസവും നമ്മൾ ഹാഫ് ഡേ സാലറി കട്ട് ഒക്കെ കൊടുക്കുമ്പോൾ അവൻ ചിലപ്പോൾ നമ്മുടെ റെസ്റ്റോറന്റിനെ വിട്ട് പോയി എന്ന് വരും അല്ലേ. അതിനു വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു സൊല്യൂഷൻ എന്താണ്? നിങ്ങളൊന്ന് ആലോചിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? നിങ്ങൾ എന്താ ചെയ്യുക? ഇങ്ങനെ സ്ഥിരമായിട്ട് വഴുകി വരുന്ന ജീവനക്കാരെ നമ്മളൊന്ന് ഒന്നുകിൽ പിരിച്ചുവിടും അല്ലേ, അല്ലെങ്കിൽ സാലറി കട്ട് ചെയ്യും. ഈ 2 ഓപ്ഷനാണ് നമ്മൾ ചെയ്യാറുള്ളത്. ഭൂരിഭാഗം റെസ്റ്റോറൻറ്റുകളും ചെയ്യാറുള്ളത്. നമ്മൾ ചെയ്യാറില്ലെന്ന് പറഞ്ഞല്ല, ഭൂരിഭാഗം റെസ്റ്റോറൻറ്റുകളും ചെയ്യാറുള്ളത്. ഇതിന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സൊല്യൂഷൻ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇവരുടെ ഒരു മാസത്തെ ജോലി ദിവസങ്ങൾ എത്രയാണ് എന്ന് നോക്കിയിട്ട് അതിലെ എല്ലാ ദിവസവും കൃത്യമായിട്ട് ഈ ടൈമിന് ജോലിയിൽ ഹാജരായിട്ടുള്ള വ്യക്തിക്ക് നിങ്ങൾ ഒരു അഡീഷണൽ ഒരു റിവാർഡ് നിങ്ങൾ കൊടുക്കണം അദ്ദേഹത്തിന്. ശ്രദ്ധിച്ചിട്ടുണ്ടാവും, പല റെസ്റ്റോറൻറ്റുകളും ചെയ്യുന്നുണ്ട്. ഞങ്ങൾ കൺസൾട്ടിങ്ങിന്റെ പ്രോഗ്രാം എടുക്കുന്ന റെസ്റ്റോറൻറ്റുകളിലൊക്കെ നമ്മൾ ഈ പ്രോഗ്രാം ചെയ്യാറുണ്ട്. കാരണം എന്തിനു വേണ്ടിയിട്ടാണ്? ഇവരുടെ ഷിഫ്റ്റ് എഫിഷ്യൻസി വർദ്ധിക്കും. അപ്പൊ ഇവര് പോകുന്ന സമയത്തും ഇതേപോലെ തന്നെ കറക്റ്റ് നെറ്റ് ടൈം നോക്കി ഇവർ പോവില്ല. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഡ്യൂട്ടി അവസാനിപ്പിച്ച് പോകുമ്പോൾ ഒരു ഹാഫ് ആൻ അവർ ഒക്കെ ഡിലേ ചെയ്തിട്ട്, അഥവാ അതുകൂടി അഡീഷണൽ ഈ വർക്കിംഗ് അവേഴ്സിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? ഇവരുടെ കോൺട്രിബ്യൂഷൻ ആയിട്ട് മാറ്റുന്ന ആളുകളുണ്ട്. കാരണം അവർ കൊടുത്ത ഒരു ഓർഡർ ഉണ്ടെങ്കിൽ ആ ഓർഡർ പ്ലേസ് ചെയ്ത് അത് തീർത്ത് അതിന് ആളുകൾ കൃത്യമായിട്ട് ആ ബില്ലിംഗ് ഒക്കെ കൊടുത്തിട്ടായിരിക്കും സർവീസ് എന്ന സ്റ്റാഫ് പോവുക. അപ്പോൾ അങ്ങനെ പോകുന്ന ആളുകൾക്ക് നമ്മൾ എന്ത് ചെയ്യും? ഒരു റിവാർഡ് ഓഫർ ചെയ്യും. അഥവാ ഇവരുടെ സ്റ്റാഫ് പെർഫോമൻസ് ആണ് നമ്മൾ അവിടെ നോക്കുന്നത്. ഇവരുടെ പെർഫോമൻസ് അനലൈസിസ് ചെയ്യും നമ്മൾ. പെർഫോമൻസ് അനലൈസിസ് എന്ന് പറയുന്നത് ഇവരുടെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് പറഞ്ഞുതരാം. ഒന്ന്, ഇവരുടെ ജോലിയുടെ സ്കില്ല്, ഇവർ ചെയ്യുന്ന ജോലിയിലെ സ്കില്ല്, ഇവരുടെ ഫാസ്റ്റ്, ഇവർ എത്രത്തോളം വേഗതയിൽ ജോലി ചെയ്യുന്നു എന്നുള്ളത്, ഇവർ എത്രത്തോളം കൾച്ചറുള്ള ആളുകളാണ് എന്നുള്ളത്, ഇവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ഇവരുടെ ടീം മെമ്പേഴ്സിന്റെ ഒപ്പവും ഇവർ കസ്റ്റമറിനോടും ഇവരുടെ ബിസിനസ് ഓണേഴ്സിനോടും മാനേജ്മെന്റ് ടീമിനോടും ഒക്കെയുള്ള ഇവരുടെ കമ്മ്യൂണിക്കേഷൻ, ഇവരുടെ അറ്റൻഡൻസ്, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവരുടെ അറ്റൻഡൻസ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇവരുടെ പെർഫോമൻസ് അനലൈസിസ് ചെയ്യും നമ്മൾ. ഇവർ ഇതിലൊക്കെ ബെറ്റർ ആയിട്ടുള്ള ഒരാളെ നമ്മൾ എന്ത് ചെയ്യും? ഓരോ മാസവും നമ്മൾ തെരഞ്ഞെടുക്കും നമ്മുടെ ടീമിന്റെ ഉള്ളിൽ. അപ്പൊ ഇവര് തമ്മിലുള്ള മത്സരം വർദ്ധിക്കുക. ബെസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് എന്ത് ചെയ്യും? ഒരു റിവാർഡ് ഉണ്ടാവും ഇവർക്ക്. അത് ചിലപ്പോൾ ക്യാഷ് പ്രൈസ് ആയിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാം നിങ്ങൾക്ക്. അതെന്ത് ചെയ്യും? നമ്മളൊരു എല്ലാ ടീം മെമ്പേഴ്സിനെയും വിളിച്ചിരുത്തിയിട്ട് അവരുടെ മുമ്പിൽ വെച്ചിട്ടാണ് നമ്മൾ ഇന്ന കാരണം കൊണ്ട് ഇന്ന ആളെ ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? തെരഞ്ഞെടുത്തിട്ടുണ്ട്. അയാളുടെ പെർഫോമൻസ് അനലൈസിസ് വിലയിരുത്തിയതിന്റെ ഒരു ഡോക്യുമെന്റ് നമ്മൾ എന്ത് ചെയ്യും? അവിടെ പബ്ലിഷ് ചെയ്യും. അപ്പൊ എന്തായി? ബാക്കിയുള്ള ജീവനക്കാർക്കൊക്കെ എന്തായി? ഒരു മോട്ടിവേറ്റഡ് ആവുകയാണ് അവർ. ശരിയാണല്ലോ, ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്താൽ 1-2 കാര്യങ്ങളിൽ എനിക്ക് ചെറിയ മിസ്റ്റേക്ക് വന്നത്, അടുത്ത പ്രാവശ്യം ആ മിസ്റ്റേക്കും കൂടെ ഞാൻ പരിഹരിച്ചു കഴിയുമ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ക്യാഷ് അവാർഡ് അല്ലെങ്കിൽ ഈ ഒരു ഗിഫ്റ്റ് എനിക്ക് കളക്ട് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതിലേക്ക് ഇവരുടെ മൈൻഡ് സെറ്റ് മാറും. കാരണം ഏതൊരാൾക്കും കൂടുതൽ റവന്യൂ കിട്ടുക, കൂടുതൽ അപ്രീസിയേഷൻ കിട്ടുക, കൂടുതൽ ഗിഫ്റ്റുകളും റിവാർഡുകളും കിട്ടുക എന്നൊക്കെ പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ്? വലിയൊരു കാര്യമാണ്. അപ്പൊ അവരുടെ പെർഫോമൻസ് ഓട്ടോമേറ്റഡ് ആയിട്ട് നിങ്ങൾ വഴക്ക് പറയാതെ തന്നെ
നിങ്ങൾ അവരോടൊപ്പം പിന്നെ പുറകിൽ നിന്ന് അത് ഇത് ചെയ്യുന്ന പറയാതെ തന്നെ അവര് സ്വയം വർക്ക് ചെയ്യുന്ന ആളുകളാക്കി മാറ്റും ഈ പറയുന്ന സ്റ്റാർ ഓഫ് ദ മന്ത് പോലുള്ള റിവാർഡ് പ്രോഗ്രാമുകൾ. ഓക്കെ, അപ്പൊ നിങ്ങളുടെ റെസ്റ്റോറൻറ്റുകളിൽ ഇത്തരത്തിലുള്ള കുറച്ച് പിന്നെ സ്ട്രാറ്റജികൾ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യാം. ഓക്കെ, ദെൻ അടുത്തത് ടീം എപ്പോഴും ഒരു ഡീമോട്ടിവേറ്റഡ് ആയി പോകുന്നത് നമ്മൾ കാണാറുണ്ട് അല്ലെ? ഡീമോട്ടിവേറ്റഡ് ആയി പോവുക ഇവർക്ക് എന്തില്ല, ഇവർക്ക് പിന്നെ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ ഇപ്പൊ ഞാനിപ്പോ എത്രയോ കാലം ഇവിടെ വർക്ക് ചെയ്യുന്നു, എനിക്ക് എന്ത് ബെനിഫിറ്റ്, ഞാൻ എന്തിനാ ഇവിടെ ഇങ്ങനെ എത്രയും നിന്ന് കഷ്ടപ്പെടുന്നത്, ഞാൻ ഇനിയിപ്പോ എവിടെയെങ്കിലും ഒരു 1000 രൂപ കൂടുതൽ കിട്ടി അവിടെ പോയാൽ എനിക്ക് 1000 രൂപയെങ്കിലും കൂടുതൽ കിട്ടുമല്ലോ എന്ന് ചിന്തിക്കുന്ന രൂപത്തിലേക്ക് റെസ്റ്റോറൻറ്റിൽ വർക്ക് ചെയ്യുന്ന ജീവനക്കാർ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാനേജ്മെന്റ് സൈഡിൽ നിന്ന് എന്തുണ്ടാവുന്നില്ല, ഇവർക്ക് വേണ്ട ഒരു മോട്ടിവേഷൻ കിട്ടുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഇവരെ മോട്ടിവേറ്റ് ചെയ്യേണ്ടത്? അത് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടാവണം. നമ്മൾ ഇവർക്ക് കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, ഈ മോട്ടിവേഷൻ എന്ന് പറയുന്നത് നമ്മള് പിന്നെ ഈ മൈൻഡ് പവർ ഒന്നും കൊടുത്തിട്ട് ചെയ്യുന്ന മോട്ടിവേഷൻ അല്ല. മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഇവരുടെ റിയൽ ലൈഫിൽ ഇവർക്ക് ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങളെ കുറിച്ച് ഇവർക്കൊരു പ്രതീക്ഷ ഉണ്ടാക്കുക അവരുടെ മുമ്പിൽ എന്നുള്ളതാണ്. ഇവർക്ക് ഒരു കാർ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുണ്ടാവും, ഒരു നല്ലൊരു വീട് പണിയണമെന്ന് ആഗ്രഹിക്കുന്ന ആളുണ്ടാവും ഇല്ലേ? അല്ലെങ്കിൽ ഇവരുടെ കുട്ടികളെ നല്ലൊരു ഹയർ എഡ്യൂക്കേഷൻ കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടാവും. ഇതിനൊന്നുള്ള സാമ്പത്തികം ഇവരുടെ കയ്യിൽ ഉണ്ടാവില്ല. അപ്പൊ ഇവർക്ക് ഈ ബിസിനസ്സിൽ നിന്നാൽ ഇവർക്ക് ഇതൊക്കെ നേടിയെടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇവരെ ഞാൻ വളർത്തിക്കൊണ്ടു പോകും എന്ന് പറയുന്ന ഒരു ഉറപ്പ് നിങ്ങളുടെ ബിസിനസ് ഓണർ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞാൽ ഇവര് പിന്നെ വേറെ ഏത് റെസ്റ്റോറൻറ്റും തേടി പോയില്ല. ഇവര് 1000 രൂപ വേറെ എവിടെയും കിട്ടുമ്പോ അവിടേക്ക് ഇവര് ഓടില്ല. കാരണം എന്താ? ഇവർക്ക് പ്രതീക്ഷയുണ്ട്, ഞാൻ ഈ നിൽക്കുന്ന വെയിറ്ററുടെ പോസ്റ്റിൽ നിന്ന് ഞാനൊരു 6 മാസം കഴിയുമ്പോഴേക്ക് എനിക്ക് എന്ത് ചെയ്യാം, ക്യാപ്റ്റന്റെ പോസ്റ്റിലേക്ക് കയറാം. വെയിറ്ററുടെ പോസ്റ്റിൽ നിന്ന് തന്നെ എനിക്ക് നല്ല ഇൻസെന്റീവ്സുകൾ കളക്ട് ചെയ്യാൻ ഇപ്പോൾ കഴിയും, ഞാൻ നല്ലോണം വർക്ക് ചെയ്താൽ മതി. ക്യാപ്റ്റന്റെ പോസ്റ്റിലേക്ക് എത്തുമ്പോൾ എന്റെ സാലറി ഇത്രയായി വർദ്ധിക്കും, അവിടെ അതിന്റെ പ്ലസ് ഇൻസെന്റീവ് കിട്ടുമ്പോൾ ഇത്രയാവും എനിക്ക്. അപ്പൊ ഇവർ ഇത് വെച്ചുള്ള ഒരു കാൽക്കുലേഷനുകൾ നടത്താൻ തുടങ്ങും. മനുഷ്യന്റെ മൈൻഡ് സെറ്റ് അങ്ങനെയാണ് അല്ലേ? നമ്മളങ്ങനെയല്ലേ കാൽക്കുലേറ്റ് ചെയ്യാറുള്ളത്? നമുക്ക് ഈ ഒരു ബിസിനസ്സിലുള്ള ഈ ഒരു സ്ട്രെസ് മാറി, ഈ ഒരു പ്രശ്നങ്ങൾ മാറി കിട്ടിയാൽ നമുക്ക് നല്ല കസ്റ്റമർ ഫ്ലോ ഉണ്ടാവും. കസ്റ്റമർ ഫ്ലോ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ 1 ലക്ഷം രൂപയുടെ ബിസിനസ് നടത്തുന്നുണ്ട്, നമ്മൾ 2 ലക്ഷം രൂപയുടെ ബിസിനസ് നടത്തും. 2 ലക്ഷം രൂപയുടെ ബിസിനസ് നടത്തി കഴിഞ്ഞാൽ എനിക്ക് പിന്നെ 1 ലക്ഷത്തിന് കഴിഞ്ഞ് 1 ലക്ഷം എന്ന് പറയുന്നത് എന്റെ ബ്രേക്ക് ഈവൻ പോയിന്റ് ആണ്. അത് കഴിഞ്ഞാൽ 2 ലക്ഷത്തിന്റെ ബിസിനസ് ചെയ്യുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഓവർ എക്സ്പെൻസുകളൊന്നും പിന്നെ വരുന്നില്ല. പിന്നെ ഈ ഫുഡ് കോസ്റ്റ് ആയിട്ടുള്ള ചെറിയൊരു എമൗണ്ട് മാത്രമേ വരുന്നുള്ളൂ, ബാക്കിയൊക്കെ എന്റെ പ്രോഫിറ്റ് ആണ് എന്നൊക്കെയുള്ളതല്ലേ നമ്മളുടെ കാൽക്കുലേഷൻ ഉണ്ടാവുക അല്ലേ? അപ്പൊ ഇതേപോലെ തന്നെയാണ് ഈ ഒരു വ്യക്തിയുടെയും കാൽക്കുലേഷൻസ് ഉണ്ടാവുക. നിങ്ങൾ ഇദ്ദേഹത്തെ ഇത് പറഞ്ഞ് ഇദ്ദേഹത്തിന്റെ ബ്രെയിൻ സ്റ്റോം ചെയ്ത് അദ്ദേഹത്തിന് ആ കാര്യങ്ങളെ മനസ്സിലാക്കി കൊടുക്കുന്നതോടുകൂടി അവര് നിങ്ങളുടെ ബിസിനസ്സിലെ ഏറ്റവും നല്ല ജീവനക്കാരനായിട്ട് ഈ വ്യക്തി മാറും. അതുവരെ ഒരു മൊഷട സ്വഭാവവും സംസാരത്തിലെ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന ആളുകൾ വളരെ പെട്ടെന്ന് മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് നമ്മൾ കാണാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പൊ ഇങ്ങനെ നമ്മുടെ ജീവനക്കാരെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ റെസ്റ്റോറൻറ്റിനെ അനുകൂലമായിട്ടുള്ള ആളുകളാക്കിയിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും. ഓക്കെ, ഇതൊക്കെ നടക്കണമെങ്കിൽ എന്ത് വേണം? ഞാൻ ഈ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ റെസ്റ്റോറൻറ്റിൽ നടക്കണമെങ്കിൽ നമുക്ക് പ്രധാനമായിട്ടും നമുക്ക് വേണ്ടത് സ്റ്റാഫിങ്ങിന് ഒരു സ്ട്രക്ചറാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. സ്റ്റാഫ് സ്ട്രക്ചർ നമ്മൾ രൂപപ്പെടുത്തി കൊണ്ടുവരണം. ഒരു ഹയറാർക്കി ലെവലില് നിങ്ങളിലുള്ള ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ജീവനക്കാരനെ ഡൈനിങ്ങിലും, ഒരു എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ജീവനക്കാരനെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ പിന്നെ കിച്ചണിലും നമ്മുടെ ഒരു ഹയറാർക്കി ലെവലിൽ നമ്മൾ ഫോം ചെയ്യണം. എന്നിട്ട് അങ്ങനെ ഫോം ചെയ്ത് അവരുടെ അണ്ടറില്, അവരുടെ മോണിറ്ററിങ്ങില് അതിനനുസരിച്ചുള്ള സ്റ്റാഫുകളെ നമ്മൾ എന്ത് ചെയ്യണം, സ്ട്രക്ചർ ചെയ്ത് കൊണ്ടുവരണം. അവിടെ അങ്ങനെ ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് ഒരു സിസ്റ്റം ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഇങ്ങനെ നിങ്ങൾ സിസ്റ്റം ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങളില്ലാതെ നിങ്ങളുടെ റെസ്റ്റോറൻറ്റിനെ റൺ ചെയ്യുന്ന ഉത്തരവാദിത്വം നിങ്ങളുടെ ജീവനക്കാരനെ ഏറ്റെടുക്കും.
ഇതൊന്നും നമ്മൾ ചെയ്യാതെ നമ്മൾ നമ്മളുടെ ജീവനക്കാരെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മളുടെ ബിസിനസ്സാണ്. നമ്മുടെ ബിസിനസ് കൈവിട്ട് പോവുക. നമ്മൾ ഇവരെ കുറ്റം പറയുന്ന അനുസരിച്ച് നമ്മുടെ ബിസിനസ് കൈവിട്ട് പോവുക. നമ്മൾ ഹയറിംഗ് സ്റ്റേജ് മുതൽ നമ്മളുടെ ഓരോ ജീവനക്കാരന്റെയും ഓരോ പ്രോസസ്സുകളിലും ഡെയിലി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അറിഞ്ഞിരിക്കണം ഇവന്റെ ലൈഫ് എങ്ങനെ പോകുന്നു എന്നുള്ളത്. അവന് കൂടുതൽ മോട്ടിവേറ്റഡ് ആണോ? അവന്റെ മോട്ടിവേഷനിൽ അവന് എന്ത് ചെയ്യുന്നുണ്ട്? അവന്റെ പിച്ച് ലെവൽ താഴ്ന്നു പോകുന്നുണ്ടോ? അവൻ അടുത്ത മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹയറാർക്കിക്ക് റെസ്പോൺസിബിലിറ്റി കൊടുക്കണം നമ്മൾ. ഇങ്ങനെ ചെയ്യുന്ന രീതിയെയാണ് നമ്മൾ ബ്രീഫിംഗ് എന്ന് പറയാറുള്ളത്. ബ്രീഫിംഗ് എന്ന് പറയും. എല്ലാ ദിവസവും രാവിലെ നമ്മൾ ഇവരെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇവർക്ക് അതത് ദിവസം നേടാൻ കഴിയുന്ന പരമാവധി ഇൻകം എത്ര നേടാൻ കഴിയും എന്നുള്ളതിന് അവർക്കൊരു ഒരു പ്രതീക്ഷ കൊടുക്കും ഓരോ ദിവസവും രാവിലെ. സെയിൽസ്മാൻ ഫ്ലോറിലേക്ക് പോകുമ്പോൾ നമ്മൾ പറയും, ഇന്ന് ഇത്ര ഫിഷ് ഫ്രൈ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഈ ഫിഷ് ഫ്രൈ ഇത്ര എണ്ണം നിങ്ങൾ വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫിഷ് ഫ്രൈക്ക് നിങ്ങൾക്ക് ഇത്ര രൂപ ഇൻസെന്റീവ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവരെ കൊണ്ട് അത് വിൽപ്പിക്കാൻ വേണ്ടി തയ്യാറാകുമ്പോൾ നമുക്ക് കിട്ടുന്നത് ടേൺ ഓവർ സെയിലും അവർക്ക് കിട്ടുന്നത് അവര് ലഭിച്ചുകൊണ്ടിരിക്കുന്ന പണത്തേക്കാൾ കൂടുതൽ പണം കിട്ടാനുള്ള ഒരു സാഹചര്യവും നമ്മൾ ഒരുക്കി കൊടുക്കുക അവർക്ക്. ഇവരെ മോട്ടിവേറ്റഡ് ആവില്ലേ? നമ്മൾ ഇത്തരത്തിലുള്ള ഇതൊക്കെ ഒരു സ്ട്രാറ്റജികളാണ് ഞാൻ പറഞ്ഞത്. ഇതേപോലെ നിരവധി സ്ട്രാറ്റജികൾ നമ്മളുടെ ഫ്ലോറുകളിൽ നമുക്ക് ഉപയോഗിക്കാം. അപ്സെൽ ചെയ്യുന്നതിനും ക്രോസ് സെൽ ചെയ്യുന്നതിനും ഒക്കെ നിരവധി സ്ട്രാറ്റജികൾ നമുക്ക് കൊണ്ടുവരാം. അപ്പൊ ഇങ്ങനെ സ്ട്രാറ്റജികൾ കൊണ്ടുവരുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവനക്കാരെ വളരെ എഫിഷ്യന്റ് ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യുന്ന ആളുകളായിട്ട് മാറും. ഈ സ്റ്റാഫ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ വലിയൊരു എടുത്താൽ പൊന്താത്ത വലിയൊരു വെയിറ്റ് ഉള്ള സാധനമാണ് എന്ന് നിങ്ങൾ കരുതണ്ട. ഇതിനാവശ്യമായിട്ടുള്ളത് സ്ട്രാറ്റജികളാണ്. ഈ സ്ട്രാറ്റജികൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറാകുക. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വളരെ ക്ലാരിറ്റിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ റെസ്റ്റോറൻറ്റിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാകുക. കൂടാതെ ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, വ്യാഴാഴ്ച രാത്രി 9 മണിക്ക് ഞാനൊരു വെബിനാർ സംഘടിപ്പിക്കുന്നുണ്ട്. റെസ്റ്റോറന്റ് ഗ്രോത്ത് ആക്സിലേറ്റർ എന്ന എൻ്റെ റെസ്റ്റോറന്റ് ഇൻഡസ്ട്രിയെ സ്ട്രഗ്ലിങ്ങിൽ നിന്ന് മാറ്റിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, റെസ്റ്റോറന്റ് ഉടമകളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫോം ചെയ്തിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ് റെസ്റ്റോറന്റ് ഗ്രോത്ത് ആക്സിലേറ്റർ. ഇന്ന് കേരളത്തിൽ മറ്റാരും ഇങ്ങനെ ഒരു ദൗത്യത്തിന് വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇത് വിഷൻ 2025 എന്ന് പറയുന്ന എൻ്റെ ഒരു വിഷനാണിത്. 2025 അവസാനിക്കുന്നതോടുകൂടി റെസ്റ്റോറന്റ് ഇൻഡസ്ട്രിയിലുള്ള 1,00,000 ആളുകൾക്ക്, അഥവാ ഫുഡ് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് ഗ്ലോബൽ ലെവലിലുള്ള മലയാളികളായ ആളുകളിൽ നിന്ന് 1,00,000 ആളുകളെ ഈ ഒരു വെബിനാറിലൂടെ അല്ലെങ്കിൽ ഈ ഒരു റെസ്റ്റോറന്റ് ഗ്രോത്ത് ആക്സിലേറ്റർ എന്ന ഒരു പ്രോഗ്രാമിലൂടെ അവരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഞാൻ ഈ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത്. ഇത് നിങ്ങളുടെ ഒരു വൺ ടൈം നിങ്ങളൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ഒരു എമൗണ്ട് പോലും ഞാൻ ഇതിന് ചാർജ് ചെയ്യുന്നില്ല. വെറും 99 റുപ്പീസ് ആണ് ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 50 പേർക്ക് അടയ്ക്കേണ്ടതുള്ളൂ. ഇതൊരു 90 മിനിറ്റ് സെഷനാണ്. ഇത് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള വെറും സ്ട്രാറ്റജികൾ മാത്രം നിങ്ങൾക്ക് ഡെലിവറി ചെയ്യുന്ന ഏകദേശം 3000-ലധികം റെസ്റ്റോറന്റ് ഉടമകൾ പങ്കെടുത്തു കഴിഞ്ഞ 700-ലധികം റെസ്റ്റോറന്റ് ഉടമകൾ അവരുടെ റെസ്റ്റോറന്റുകളിൽ ഇംപ്ലിമെന്റ് ചെയ്ത ഒരു 3 സ്ട്രാറ്റജികളാണ് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു വെബിനാറിലൂടെ നിങ്ങൾക്ക് തരുന്നത്. അത് വളരെ വാല്യൂ ഉള്ളതായിരിക്കും നിങ്ങൾക്ക് ആ റെസ്റ്റോറന്റിൽ. ഞാനിപ്പോ ഈ പറഞ്ഞ സ്റ്റാഫ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കണം. ഇതിന് എത്രത്തോളം വാല്യൂ നിങ്ങൾക്ക് കിട്ടി എന്നുള്ളത് നിങ്ങൾ വിലയിരുത്തുക. അപ്പൊ ഇതിന്റെ ഒരു 10 മടങ്ങ് വാല്യൂ തരാൻ പോകുന്ന ഒരു പ്രോഗ്രാമാണ് റെസ്റ്റോറന്റ് ഗ്രോത്ത് ആക്സിലേറ്റർ എന്ന പ്രോഗ്രാം. അപ്പൊ ആ പ്രോഗ്രാമിലേക്ക് കടന്നു വരിക. ആ പ്രോഗ്രാമിൽ പങ്കെടുത്ത ആളുകളും പല ആളുകളും ഇപ്പൊ ഈ ഒരു ലൈവിൽ കേൾക്കുന്നുണ്ടാകും എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നിങ്ങൾ ഈ വെബിനാറിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ റെസ്റ്റോറന്റിൽ നിങ്ങൾ നേരിടുന്ന സ്ട്രഗ്ലിംഗ് എന്ത് തന്നെയാണെങ്കിലും, നിങ്ങളിപ്പോൾ ഫിനാൻഷ്യൽ സ്ട്രഗ്ലിംഗ് ആയിരിക്കാം ചിലപ്പോൾ നേരിടുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റാഫിന്റെ ഭാഗത്തു നിന്നുള്ള സ്ട്രഗ്ലിംഗ് ആയിരിക്കാം നിങ്ങൾ നേരിടുന്നത്, അല്ലെങ്കിൽ കസ്റ്റമറുടെ ഭാഗത്തു നിന്നുള്ള സ്ട്രഗ്ലിംഗ് ആയിരിക്കാം നിങ്ങൾ നേരിടുന്നത്. ഇത് എന്ത് സ്ട്രഗ്ലിംഗ് ആണെന്നുണ്ടെങ്കിലും അതിനെ നിങ്ങൾക്ക് പരിഹരിക്കാൻ കഴിയുന്ന ഒരു 3 സ്ട്രാറ്റജികൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അതിൽ പഠിപ്പിച്ചു തരുന്നുണ്ട്. അത് നിങ്ങളുടെ റെസ്റ്റോറന്റിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറായി കഴിഞ്ഞാൽ നിങ്ങളുടെ റെസ്റ്റോറന്റിനെ വളരെ സ്മൂത്ത് ആയിട്ട് നിങ്ങളില്ലാതെ നിങ്ങൾക്ക് റൺ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലേക്ക് പ്രോഫിറ്റബിൾ ആയിട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന രീതിയിൽ നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ കഴിയും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിന് താല്പര്യമുള്ള ആളുകൾക്ക് സ്ക്രീനിൽ കാണുന്ന ആ ഒരു നമ്പർ ഉണ്ട്.
9745767226 എന്ന് പറയുന്ന നമ്പർ ഉണ്ട്. ഈ നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ ടീം മെമ്പറുടെ നമ്പറാണ്. ആ നമ്പർ അവരെന്ത് ചെയ്യും, അവർക്ക് നിങ്ങൾ അതിലേക്ക് ജോയിൻ ചെയ്യാനുള്ള രജിസ്ട്രേഷനുള്ള പ്രോസസ്സുകൾ അവർ ചെയ്തു തരും. രജിസ്റ്റർ ചെയ്യുക, എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന ഒരു 50 പേർക്കാണ് 99-ന് പിന്നെ ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അത് കഴിഞ്ഞുള്ള ആളുകൾക്ക് 1000 rupees 1000 രൂപ ഫീ വരും. അപ്പോൾ ആദ്യം തന്നെ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ രജിസ്ട്രേഷൻ ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾ അതിലേക്ക് രജിസ്റ്റർ ചെയ്യാം. ഓക്കെ, ഞാൻ ഇന്നത്തെ ഈ ഒരു ലൈവ് സെഷൻ ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഇതിൽ പിന്നെ എന്തെങ്കിലും ഡൗട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വെബിനാറിൽ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് എന്നോട് ഡയറക്റ്റ് സംസാരിക്കാനുള്ള ഒരു അവസരം കൂടി ഞാൻ അതിൽ നിങ്ങൾക്ക് തരുന്നുണ്ട്. ഓക്കെ, ആ വെബിനാറിലേക്ക് വരുമ്പോൾ. കൂടാതെ ഈ ഒരു വെബിനാറിൽ ഞാൻ മറ്റൊരു കാര്യം കൂടി നിങ്ങൾക്ക് ചെയ്യുന്നുണ്ട്. ഒരു 10 പേരെ, ആ വെബിനാറിൽ പങ്കെടുക്കുന്ന ഒരു 10 പേരെ ഞാൻ സെലക്ട് ചെയ്തിട്ട് അവർക്ക് സിസ്റ്റം ബിൽഡ് ചെയ്യുന്നതിനും അവരുടെ റെസ്റ്റോറൻറ്റിനെ 100% പ്രോഫിറ്റിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതിനുള്ള ഒരു സപ്പോർട്ട് ഞാൻ കൊടുക്കുന്നുണ്ട്. അത് ആ വെബിനാറിൽ വരുമ്പോൾ അത് എങ്ങനെയാണ് ഞാൻ അവർക്ക് കൊടുക്കുന്നത് എന്നുള്ളതിന് ഞാനത് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ വെബിനാറിലൂടെ ഞാൻ അനൗൺസ് ചെയ്യും. അപ്പോൾ ഈ ഒരു പിന്നെ വെബിനാറിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പിന്നെ എൻ്റെ ടീം മെമ്പർ നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവർ ഫോർവേഡ് ചെയ്യും. ഓക്കെ, ദെൻ ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കുകയാണ്. ഇത് നിങ്ങൾക്ക് വാല്യൂഡ് ആയിട്ടുള്ള സെഷൻ ആയിരിക്കും എന്ന് ഞാൻ കരുതുന്നു. കാരണം ഏറ്റവും കൂടുതൽ ആളുകൾ, ഞാൻ റെസ്റ്റോറൻറ്റ് പിന്നെ വിസിറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ റെസ്റ്റോറൻറ്റ് ഉടമകൾ നേരിടുന്ന ഒരു പ്രശ്നമായിട്ട് എന്നോട് പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് HR മാനേജ്മെന്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തതാണ് അവരുടെ പ്രോഫിറ്റബിലിറ്റി. ഈ 2 കാര്യങ്ങളിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ പറയാറുള്ളത്. പക്ഷേ ഏറ്റവും പ്രധാനമായിട്ട് എന്നോട് പറഞ്ഞ ഹെഡേക്ക്, കാരണം സ്ട്രെസ് ഒഴിവാകുന്നില്ല. ഞാനൊരു രോഗിയായിട്ട് മാറുന്ന അവസ്ഥയിലേക്ക് പോകുന്നു എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റ് ഉടമനെ പോലും ഞാൻ കണ്ടിട്ടുണ്ട്. HR മാനേജ്മെന്റിന്റെ ഭാഗമായിട്ട് പറഞ്ഞാൽ കേൾക്കുന്നില്ല, പറഞ്ഞ രൂപത്തിൽ വർക്ക് ചെയ്യുന്നില്ല, നഷ്ടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറയുന്ന ധാരാളം ജീവനക്കാരെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അതൊക്കെ നമുക്ക് മാറ്റിക്കൊണ്ടുവരാൻ ഇന്ന് ഞാൻ പറഞ്ഞ ഈ ഒരു സിസ്റ്റം നിങ്ങൾ ബിൽഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ റെസ്റ്റോറൻറ്റിനെ ഈ പറയുന്ന പ്രശ്നത്തിൽ നിന്നൊക്കെ നിങ്ങൾക്ക് രക്ഷപ്പെടുത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. റെസ്റ്റോറൻറ്റ് ഗ്രോത്ത് ആക്സിലേറ്റർ എന്ന് പറയുന്ന ഈ വെബിനാറിൽ വരുവാണെങ്കിൽ ഈ സിസ്റ്റം കൃത്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യേണ്ട സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സുകൾ ഞാൻ അതിൽ നിങ്ങൾക്ക് ഡെലിവർ ചെയ്യുന്നുണ്ട്. ആ കാര്യങ്ങൾ നിങ്ങൾക്ക് അതിൽ നിന്ന് പഠിക്കാനും കഴിയും. ഓക്കെ, താങ്ക് യു വെരി മച്ച്.